ഞാനൊരു തിരുവെഴുത്തുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വേഗത്തിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുകയാണ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കൊണ്ട് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഈ വചനത്തിന് മുമ്പാകെ ഇന്ന് പകൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് അതിനെ തികപ്പാൻ ശക്തനാണ്. ഇന്ന് പകൽ വചനത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മൾ സംഭവിക്കേണ്ടതിനായിട്ട് ജനം ഒന്നിച്ച് അല്പ നിമിഷങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഈ പകൽ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവ് നമ്മൾ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ചലനം നമ്മൾ വെളിപ്പെടട്ടെ. മാനുഷിക നിഗമനങ്ങൾ ഇന്ന് പകൽ തകർന്നു മാറട്ടെ. നമ്മുടെ മനസ്സിനകത്തെ ആദികൾക്ക് ഈ പകൽ സ്വർഗത്തിൻ്റെ വചനം ഇന്ന് ഉത്തരം നൽകട്ടെ. ജനം ഒന്നിച്ച് ദൈവശ്രദ്ധയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. വചനത്തിൻ്റെ വ്യാപനത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാവിധമായ ഇരുട്ടിൻ്റെ പദ്ധതികളും തകർന്നു മാറി ദൈവമഹത്വം ഇറങ്ങേണ്ടതിന് ഒന്നിച്ച് ദൈവശ്രദ്ധയിൽ പ്രാർത്ഥിച്ചു തുടങ്ങാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അധികാരമുള്ള വചനത്തിന് നന്ദി പറയുന്നു. ഇന്ന് പകലും ഞങ്ങൾ ആ വചനത്തിൻ്റെ ജീവനെ തിരിച്ചറിയുന്നു. വചനത്തിനകത്ത് വ്യാപരിക്കുന്ന ആ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ശക്തിയെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ വചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇത് വ്യാപരിക്കുന്ന അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെ ഞങ്ങൾ തിരിച്ചറിയുന്നു. വിശ്വസിക്കുന്ന ഞങ്ങൾ അത് വ്യാപരിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ വചനത്തിൻ്റെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുന്നത് ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ തിരിച്ചറിയുന്ന കർത്താവേ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് തെസ്സലോനിക്യ സമൂഹം ശരിക്കും വചനത്തെ ഏറ്റെടുത്തൊരു ഭാഗം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഈ തെസ്സലോനിക്യ സമൂഹം അവർ വചനത്തെ ഏറ്റെടുത്തൊരു രീതിയുണ്ട്. 3 വിധത്തിൽ അതിനെ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ പറയുന്നു, ബഹു കഷ്ടങ്ങളുടെ നടുവിൽ അവർ വചനത്തെ സ്വീകരിച്ചവരാണ്. നമ്മൾ ആ തെസ്സലോനിക്യ ലേഖനത്തിലേക്ക് ഇതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് വരെ ഇവിടെ കാണുന്നുണ്ട്. ബഹു കഷ്ടങ്ങളുടെ നടുവിൽ അവർ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചവരാണ്. അടുത്തത്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടാണ് അവർ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചത്. എന്നിട്ട് 2-ാം അധ്യായം 13-ൽ പറയുകയാണ്, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് അവർ സ്വീകരിച്ചത്. അപ്പം 3 വിധത്തിലാണ് അവർ വചനത്തെ കൈക്കൊണ്ടത്. ബഹു കഷ്ടങ്ങളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഈ വചനത്തെ അവർ കൈക്കൊണ്ടു. അടുത്തത്, ഇത് വെറുതെ കൈക്കൊള്ളുകയല്ല, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. ശരിക്കും പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ അകത്തുള്ളതിൻ്റെ സ്വഭാവ ഗുണം തന്നെയാണ് അകത്തു വ്യാപരിക്കുന്ന സന്തോഷം എന്നുള്ളത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്താലാണ് ഈ വചനം കൈക്കൊണ്ടത്. അടുത്തത് 3-ാമത്തെ കാര്യം, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായി. ആ വാക്ക് കുറേയും കൂടെ ആഴത്തിലുള്ളതാണ്. കാരണം അത് പറയുന്നത് സാക്ഷാലാകുന്നത് പോലെ. ആ പദം ദൈവത്തിന് പറയുന്ന പദമാണ്. ഇവരെങ്ങനെ ഈ വചനത്തെ സ്വീകരിച്ചത്? അത് പറയുന്ന വ്യക്തിയല്ല അവർ നോക്കിയത്, പറയുന്ന ഇടമല്ല അവർ നോക്കിയത്, പറയുന്ന സ്ഥലമല്ല അവർ നോക്കിയത്, പറയുന്ന സാഹചര്യമല്ല അവർ നോക്കിയത്. ഇത് പുറത്തു വരുന്നത് ദൈവത്തിൽ നിന്ന് പുറത്തു വരുന്ന ദൈവത്തിൻ്റെ വചനമായി അവരതിനെ സ്വീകരിച്ചപ്പോൾ, അവരതിനെ കൈക്കൊണ്ടപ്പോൾ അവർക്ക് വേണ്ടിയാണ് ദൈവശക്തി വ്യാപരിച്ചത്. ഇന്ന് പകൽ പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ അധരത്തുനിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമായി നാം സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ ഈ വചനം നമ്മിൽ വ്യാപരിക്കുന്ന വചനമാ. ഈ വചനം നമ്മിൽ വ്യാപരിക്കുന്ന വചനമാ. ഈ വചനം നമ്മെ തൊടുന്ന വചനമാ. ഈ വചനം നമ്മൾ ജീവൻ തരുന്ന വചനമാ. ഈ വചനത്തിൻ്റെ ശക്തി നമ്മുടെ അന്തരാത്മാവിനെ കീറിമുറിച്ച് നമുക്ക് ആന്തരിക സൗഖ്യവും ശാരീരിക വിടുതലും ദൈവപ്രവൃത്തികളും വെളിപ്പെടുത്തുന്ന വചനമാ. സ്വീകരിച്ചതിരി ദൈവത്തിന്റെ വായിന്ന് പുറപ്പെടുന്ന വചനമായി. ഗലാത്യ സമൂഹത്തിന് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഒരിക്കൽ അങ്ങനെ ആയിരുന്നു സ്വീകരിച്ചത്. നിങ്ങൾ ഈ പുറപ്പെടുന്ന വചനം ദൈവദൂതന്റെ വായിൽ നിന്ന് കേൾക്കുന്നത് പോലെ, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് പോലെ ആയിരുന്നു നിങ്ങൾ സ്വീകരിച്ചത്. പക്ഷെ ഇപ്പം നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെന്നാ ചോദിക്കുന്നത്? എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ അതിൽ പുറകെ നിൽക്കുക. എന്നാൽ തെസ്സലോനിക്യ സമൂഹത്തോട് പറയുന്നു, നിങ്ങൾ ഇപ്പോഴും കേൾക്കുന്നത് അങ്ങനെ തന്നെയാ. നിങ്ങൾ സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വായിൽ പുറപ്പെടുന്നതായിട്ടാണ് കേൾക്കുന്നത്. എന്നിട്ട് അവിടെ പറയുന്നത്, വിശ്വസിക്കുന്ന നിങ്ങൾ അത് വ്യാപരിക്കുന്നു. അപ്പൊ ഇതാരിലാ വ്യാപരിക്കുന്നത്? ഇത് ദൈവത്തിന്റെ വായിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനമായി നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ ആ വചനം നമ്മുടെ അകത്ത് വ്യാപരിക്കും. ആ വചനത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കും. വചനം വരുത്തുന്ന ജീവൻ വെളിപ്പെടും.
ഓ റബശ്യാന്തരാബിയ. ഈ വചനത്തിനകത്ത് വ്യാപരിക്കുന്ന ശക്തി വിസ്ഫോടനമാ. അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്, അത് രൂപപ്പെടുത്താൻ കഴിയുന്നതാണ്, അത് ഉടയ്ക്കും, അത് അതുപോലെ തന്നെ രൂപപ്പെടുത്തുന്നതാണ്. ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ ആ ഭാഗം അങ്ങനെ പറഞ്ഞ് നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വേഗത്തിൽ വരികയാണ്. ശരിക്കും അപ്പോസ്തലനായ പൗലോസിന്റെ മനോഹരമായ ഒരു ലേഖനമായി ഫിലിപ്പി ലേഖനം. ഇത് എഴുതുമ്പോൾ ഈ മനുഷ്യൻ കാരാഗ്രഹത്തിനകത്താണ്. എന്നാൽ കാരാഗ്രഹത്തിനകത്ത് ആണെന്നുള്ള ഒരു ലാഞ്ചനയും നമുക്ക് തരാത്തൊരു ലേഖനമുണ്ടെങ്കിൽ അതാ ഫിലിപ്പി ലേഖനം. ശരിക്കും പെർസ്പെക്റ്റീവുകളെ തകർത്തെറിയുന്ന ഒരു പുസ്തകമാണ് ഈ ഫിലിപ്പി ലേഖനം എന്ന് പറയുന്നത്. ഇത് വായിക്കുന്ന ഒറ്റ മനുഷ്യനും ഈ മനുഷ്യൻ ആ കാരാഗ്രഹത്തിൻ്റെ പരിധികൾക്കകത്താണെന്ന് ചിന്തിക്കത്തില്ല. കാരണം അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആ സന്തോഷം പുറത്തു വരുന്നൊരു ലേഖനമാണ് ഈ ഫിലിപ്പി ലേഖനം. ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഈ മനുഷ്യൻ കാരാഗ്രഹത്തിൻ്റെ വാസം തുടങ്ങിയിട്ട് ഏതാണ്ട് 3-4 വർഷമായിട്ട് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ എഴുതിയ ലേഖനമായത്. പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങൾ പ്രധാനമായി 4 നമ്മൾ കാരാഗ്രഹ ലേഖനം എന്നറിയപ്പെടുന്നത്. അതിനകത്ത് എഫേസ്യ ലേഖനമുണ്ട്, ഫിലിപ്പി ലേഖനമുണ്ട്, കൊലോസ്യ ലേഖനമുണ്ട്, ഫിലമോൻ്റെ ലേഖനമുണ്ട്. അതിൽ ഈ എഴുതപ്പെട്ട ഓർഡർ വെച്ച് നോക്കിയാൽ അവസാനം എഴുതപ്പെട്ടത് ഈ ഫിലിപ്പി ലേഖനമാണ്. ആദ്യം എഴുതപ്പെട്ടത് കൊലോസ്യ ലേഖനമാണ്, അതിനുശേഷം എഴുതപ്പെട്ടത് എഫേസ്യ ലേഖനമാണ്, പിന്നീട് എഴുതിയത് ഫിലമോൻ്റെ ലേഖനമാണ്, അതിനുശേഷം എഴുതപ്പെട്ടതാണ് ഈ ഫിലിപ്പി ലേഖനം. ഞാൻ എന്തുകൊണ്ട് ഈ കാര്യം പറഞ്ഞാൽ ഈ കൊലോസ്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും ഫിലമോൻ്റെ ലേഖനത്തിലും എഴുതാത്ത ഒരു പദം 16 പ്രാവശ്യം ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ ലേഖനത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ കാരാഗ്രഹവാസം തുടങ്ങിയ കാലഘട്ടത്തിൽ എഴുതിയ ലേഖനത്തിൽ എഴുതാത്ത കാര്യം ഈ ലേഖനത്തിൽ 16 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ താൻ ആ സമൂഹത്തോട് പറയുന്ന ഒരു യാഥാർത്ഥ്യം, ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നിട്ട് നാള് കുറയായി, വെല്ലുവിളി വന്നിട്ട് നാള് കുറയായി, പക്ഷെ ദൈവം എൻ്റെ മേൽ വെച്ച ദൈവത്തിൻ്റെ ഉദ്ദേശവും ദൈവം എൻ്റെ അകത്ത് പകർന്ന ദൈവത്തിൻ്റെ സന്തോഷവും എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്വത്തെയും തൊടുവാൻ ഈ ഒരു സാഹചര്യത്തിന് കഴിയത്തില്ലെന്നുള്ള ഉറപ്പോടാണ് ആ മനുഷ്യൻ വിളിച്ചു പറയുന്നത്. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഓ ജീസസ്, ജീസസ്. എൻ്റെ ആത്മീയ ജീവിതത്തെ ഭയങ്കരമായി സ്പർശിച്ച ഒരു പദമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന്. ശരിക്കും ഈ മനുഷ്യന്റെ വലിയൊരു സ്വപ്നമായിരുന്നു റോമിലെത്തുക എന്നുള്ളത്, വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം താൻ ആ റോമിലെ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ, റോമാലേഖനം എഴുതിയപ്പം, എനിക്ക് നിങ്ങളെ വന്ന് കാണാൻ ആഗ്രഹമുണ്ട്, നിങ്ങളെ വചനം പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നിട്ട് നിങ്ങളുടെ സഹായത്താൽ എനിക്ക് സ്പെയിനിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. പുള്ളി തൻ്റെ മിഷൻ പറയുക, എനിക്ക് നിങ്ങളുടെ സഹായത്താൽ സ്പെയിനിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ തൻ്റെ ആഗ്രഹം ഒരു പ്രസംഗിയായിട്ട് റോമിൽ വരണമെന്നാ, ഒരു പ്രീച്ചറായിട്ട് റോമിൽ വരണമെന്നാ. എന്നാൽ ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥ പ്രസംഗിയായിട്ടല്ല താൻ അവിടെ വന്നിരിക്കുന്നത്, പ്രീച്ചറായിട്ട് വരണമെന്ന തൻ്റെ ആഗ്രഹം തകർന്നു. താൻ വന്നത് ഒരു പ്രിസണറായിട്ടാണ്. ഇത് പറഞ്ഞ ലോകം പറയും പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ പൗലോസെ കാര്യം നടന്നത്. നിന്റെ ആഗ്രഹം പ്രസംഗിയായിട്ട് വരണമെന്നാ, പക്ഷെ നീ കയ്യിൽ ചങ്ങല ധരിച്ചാണല്ലോ ഈ റോമിൽ വന്നത്. പക്ഷെ പറയുന്നവരുടെ നടുക്ക് പൗലോസ് പറയുക, നല്ല പ്രവൃത്തി ആരംഭിച്ചത് ദൈവമാണ്. നല്ല പ്രവൃത്തി ആരംഭിച്ചത് ദൈവമാണെങ്കിൽ, പ്രവൃത്തിക്ക് തുടക്കമിട്ടത് ദൈവമാണെങ്കിൽ, അത് കയ്യിൽ ചങ്ങലയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ നടുവിലൂടെ പ്രവൃത്തി തികയ്ക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങണം. പ്രവൃത്തി തുടങ്ങിയ ദൈവം അത് തികപ്പാൻ ശക്തന. എത്ര വെല്ലുവിളികളുടെ നടുവിലും പ്രവൃത്തി തികയ്ക്കാൻ ശക്തനായ ദൈവം. ലോകമായി പരിധികളുടെ കണക്ക് പറയുന്നേ, പക്ഷെ ദൈവം പരിധിയുടെ കണക്ക് പറയത്തില്ല. കാരണം അവിടുന്ന് അപരിമിതനാ. ലോകം പരിധിയുടെ കണക്ക് പറയും, ലോകം സാധ്യതയുടെ കണക്ക് പറയും, ലോകം ഇവിടെ ഇത്ര ശതമാനമെന്ന് പറയും. പക്ഷെ എൻ്റെ ദൈവത്തിന് ശതമാന കണക്കില്ല, എൻ്റെ ദൈവത്തിന് ശതമാന കണക്കില്ല. എൻ്റെ ദൈവം സർവശക്തനായതുകൊണ്ട്, സർവവ്യാപിയായതുകൊണ്ട്, അത്യുന്നതനായതുകൊണ്ട് തൻ്റെ സാധ്യത എന്നൊന്നില്ല. അവിടുത്തേക്ക് സകലതും കഴിയും. ജീസസ്. നമുക്കെല്ലാം കഴിയില്ല, നമുക്കെല്ലാം ഇത്ര ശതമാനം നടക്കുമെന്ന് പറയാനേ മനുഷ്യനെ കൊണ്ട് കഴിയത്തുള്ളൂ.
പക്ഷെ ദൈവ ശതമാനക്കണക്കിനകത്ത് നിൽക്കുന്ന ആളല്ല. പ്രവർത്തി തുടങ്ങിയ ദൈവമാണ്, പ്രവർത്തി തികയ്ക്കും. പ്രവർത്തി തുടങ്ങിയ ദൈവമാണ്, പ്രവർത്തി തികയ്ക്കും. ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ അകം ത്രസിച്ചൊരു കാര്യം ഞാൻ പറയാം. 3 കാര്യം എനിക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായി. 1, ദൈവം തുടങ്ങുന്ന ദൈവ. 2, ദൈവം തുടരുന്ന ദൈവ. 3, ദൈവം തികയ്ക്കുന്ന ദൈവ. നമ്മുടെ ദൈവം തുടങ്ങുന്ന ദൈവമാ, നമ്മുടെ ദൈവം തുടരുന്ന ദൈവമാ, നമ്മുടെ ദൈവം തികയ്ക്കുന്ന ദൈവമാ. വെറുതെ തുടങ്ങിയിട്ട് നിർത്തത്തില്ല, വെറുതെ തുടരത്തില്ല. അവിടുന്ന് എന്തൊക്കെ ചെയ്ത് തുടങ്ങിയോ ആ ചെയ്ത് തുടങ്ങിയത് തുടരുകയും ആ തുടർന്നതൊക്കെയും തികയ്ക്കുകയും ചെയ്യുന്ന ദൈവമാ. എന്റെ ദൈവം തുടങ്ങിയതിനകത്തൊക്കെ എനിക്ക് ഉറപ്പുണ്ട് അവിടുന്ന് അത് തികപ്പാൻ ശക്തനാണ്. നമ്മൾ തുടങ്ങുന്നവരാ. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വാഗ്ദാനം മനുഷ്യൻ പറയും. ഏറ്റവും കൂടുതൽ ഇനാഗുറേഷൻ നടക്കുന്ന ഒരു സമയമുണ്ട്, ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിരിക്കും. ഈ തുടങ്ങിയതെല്ലാം അവസാനം തികയ്ക്കണമെന്നില്ല. ഉദ്ഘാടനം നടത്തും, പക്ഷെ ഉദ്ഘാടനം നടത്തിയ ആ ഒരു അല്ലെങ്കിൽ ശിലാഫലകവും കല്ലുമൊക്കെ ചിലപ്പോൾ കാലങ്ങൾ അവിടെ കിടക്കും. ഇതൊന്നും തികയ്ക്കണമെന്ന് ഒരു നിർബന്ധവും. അല്ല, നമ്മൾ തികയ്ക്കണമെന്ന് ഓർത്ത് തുടങ്ങിയത് പലതും നമ്മൾ തികയ്ക്കാതിട്ടിരിക്കുന്നതുണ്ട്. കാരണം നമുക്ക് ഒത്തിരി പരിധിയുള്ളവരാ. പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ശ്രേഷ്ഠത, അവിടുന്ന് തുടങ്ങിയാൽ ആ തുടങ്ങുന്നത് തുടർന്നിരിക്കും. അവിടുന്ന് തുടർന്നാൽ ആ തുടരുന്നതൊക്കെയും മഹത്വത്തോടെ തികച്ചിരിക്കും. ഒരു ദൈവ പൈതന്റെ അന്തരാത്മാവിന്റെ ഏറ്റവും വലിയ ഉറപ്പ് തന്നെ അത്. എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തി തുടങ്ങിയെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ ദൈവം ഒരു പ്രവർത്തി തുടങ്ങിയെങ്കിൽ, എൻ്റെ തലമുറയുടെ മേൽ ദൈവം ഒരു പ്രവർത്തി തുടങ്ങിയെങ്കിൽ, എൻ്റെ ദൈവസഭയുടെ മേൽ ദൈവം ഒരു പ്രവർത്തി തുടങ്ങിയെങ്കിൽ, എനിക്ക് വേണ്ടി ദൈവം ഒരു പ്രവർത്തി ആരംഭിച്ചെങ്കിൽ അത് തുടരുകയും തികയ്ക്കുകയും ചെയ്യുമെന്ന് ഞാൻ ദൈവത്തിൽ ഉറപ്പായി വിശ്വസിക്കുന്നു. പൗലോസ് ഉറപ്പായിട്ട് പറയുന്നു ദൈവം അത് ചെയ്യും. എനിക്ക് യാക്കോബ് പറയുന്ന ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണ്. യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. നല്ല ദാനം, തികഞ്ഞ വരം. ഒന്ന് ഗിഫ്റ്റാ. ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ദാനം എന്ന് പറഞ്ഞാൽ അത് ഈ കൊടുക്കുന്ന ആളെ ഇഷ്ടത്തിൽപ്പെടുന്ന കാര്യമാണ്. ഞാൻ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്ത് അത് എൻ്റെ ഇഷ്ടമാണ്, എന്ത് കൊടുക്കണമെന്നുള്ളത്. എന്നാൽ വരം അതല്ല. വരം എന്ന് പറഞ്ഞാൽ ഞാൻ ആ വ്യക്തിയോട് ചോദിക്കും, നിനക്കെന്നാ വേണം, നീ എന്നോട് ചോദിക്കും, ഞാനതെന്ത് ചെയ്യാം, തരാം. ദാനം ദാതാവിൻ്റെ ഇഷ്ടമാണ്, പക്ഷെ വരം വാങ്ങിക്കുന്ന ആളുടെ ഇഷ്ടമാണ്. പക്ഷെ ഇതിൻ്റെ രണ്ടും മനുഷ്യനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് നല്ലതുമാകത്തില്ല, തികഞ്ഞതുമാകത്തില്ല. കാരണം ഞാൻ ദാനം കൊടുക്കുമ്പം എനിക്കുള്ളതിൽ നിന്നാണ് ഈ ദാനം ചെയ്യുന്നത്. ഞാൻ ആ ഗിഫ്റ്റ് കൊടുക്കുന്നത് എനിക്കുള്ളതിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ പരിധിയിൽ നിന്ന് ഞാൻ കൊടുക്കുമ്പം ആ മനുഷ്യനെ എല്ലായ്പ്പോഴും അത് തൃപ്തി വരണമെന്നില്ല. ഈ വരമാണെങ്കിലും ആ മനുഷ്യനോട് പറഞ്ഞു, നീ ചോദിക്കാൻ പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഞാൻ വെച്ചൊരു പരിധിയുണ്ട്, ഞാനൊരു എമൗണ്ട് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഈ മനുഷ്യൻ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തികഞ്ഞതായി മാറത്തില്ല. അതൊരിക്കലും ആ മനുഷ്യന് തൃപ്തി വരുത്തണമെന്നുമില്ല. അതുകൊണ്ട് അത് നല്ലതുമാകത്തില്ല, അത് തികഞ്ഞതുമാകത്തില്ല. എന്നാൽ താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട്. നമ്മുടെ കർത്താവിനെ പറ്റി പറയുന്നത്, നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. അപ്പൊ ദൈവം നൽകുന്നത് എന്തുകൊണ്ടാണ് നല്ലതാകുന്നത്? ദൈവം നൽകുന്നത് എന്തുകൊണ്ടാണ് തികഞ്ഞതായി മാറുന്നത്? എനിക്കുള്ള ഒരു പരിമിതി എൻ്റെ ദൈവത്തിനില്ല. അവനത്തേക്ക് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്തവനാണ് നമ്മുടെ ദൈവം. സാഹചര്യങ്ങളാൽ മാറ്റം വരാത്തവനാ നമ്മുടെ ദൈവം. സംഘർഷങ്ങൾക്കകത്ത് ഉടയപ്പെടാത്തവനാ നമ്മുടെ ദൈവം. ചുറ്റുപാടുകൾ മാറ്റം വരുത്താത്തവനാ നമ്മുടെ ദൈവം. ആ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന്, തികഞ്ഞതാണെന്ന് ഇന്ന് പകൽ അന്തരാത്മാവിൽ തിരിച്ചറിയുന്നെങ്കിൽ ധൈര്യത്തോടെ ആമേൻ പറഞ്ഞു തുടങ്ങണം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്നത് നല്ലതാണ്, എൻ്റെ ദൈവം ചെയ്യുന്നത് തികഞ്ഞതാണ്. വിശ്വസിച്ചെന്ന് പക ദൈവത്തിനാമൻ പറഞ്ഞു തുടങ്ങ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നല്ലതാണ്, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നത് തികഞ്ഞതാണ്. ഈ ഗതിഭേദത്തിലുള്ള ആച്ഛാദനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കാലാവസ്ഥ, സാഹചര്യം എന്നതാണ് അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ കൊണ്ട് ഒരു മാറ്റം. നമ്മളൊക്കെ കാലാവസ്ഥയ്ക്കകത്ത് ജീവിക്കുന്നവരാ. ബിജു പാസ്റ്റർ UK പോയ സമയത്ത് അവിടെ ഉറപ്പായിട്ടും ജാക്കറ്റ് ഇട്ട് കാണും, കാരണം തണുപ്പാ.
ജാക്കറ്റ് ഇടും. ചില രാജ്യത്തൊക്കെ ടയർ പോലും മാറും, വിന്റർ ടയറുകൾ ഇടും. ഇപ്പൊ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയതുകൊണ്ട് 2 സീസണിൽ വിടാൻ പറ്റുന്ന ടയറുകൾ ഇപ്പോൾ അങ്ങനെ അപ്ഗ്രേഡഡ് ടയറുകളുണ്ട്. എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കുമ്പം അതിന് കാലാവസ്ഥക്കനുസരിച്ച് മാറ്റമുണ്ട്, വസ്ത്രത്തിന് കാലാവസ്ഥക്കനുസരിച്ച് മാറ്റമുണ്ട്, ജീവിത രീതികൾക്ക് കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറ്റമുണ്ട്, ഭക്ഷണ രീതികൾക്ക് കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറ്റമുണ്ട്. എന്ന് പറഞ്ഞ സാഹചര്യത്തിനും കാലാവസ്ഥക്കകത്ത് ചലിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഇതൊന്നും ബാധിക്കാത്ത ഒരാളാണ് നമ്മുടെ അപ്പൻ. ഈ കാലാവസ്ഥ ബാധിക്കാത്ത, സാഹചര്യം ബാധിക്കാത്ത, അതിൻ്റെ മുഴുവൻ നാഥനാണ് എൻ്റെ അപ്പനെങ്കിൽ, അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നവനാണ് എൻ്റെ അപ്പനെങ്കിൽ, അതിന്മേൽ അധികാരമുള്ളവനാണ് എൻ്റെ അപ്പനെങ്കിൽ, ആ അപ്പൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത് തികവേറിയതായിരിക്കും. അപ്പൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത് പൂർണ്ണതയുള്ളതായിരിക്കും. ജീസസ്. ഞാൻ ആ ഭാഗത്തെ അങ്ങനെ മനസ്സിലാക്കുന്നത്, എൻ്റെ ദൈവം എനിക്ക് ചെയ്യുന്നത് നല്ലതാ, തികവേറിയതാ. കാരണം അവിടുത്തേക്ക് വികാരമോ ഗതിഭേദത്തിലുള്ള ആച്ഛാദനമോ ഇല്ല. അതേ ഭാഗം തന്നെ പൗലോസ് ഇവിടെ പറയുക, എൻ്റെ ദൈവം എന്നിലൊരു പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ ആ പ്രവൃത്തി തികയ്ക്കുന്ന ദൈവം. തുടങ്ങിയ ദൈവം തുടരും, തുടർന്ന ദൈവം തികയ്ക്കും. ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് ആവർത്തിച്ച് ഉരുവിട്ടിട്ട് പറയണം, എൻ്റെ ദൈവം തുടർന്നതൊന്നും വെറുതെയാകത്തില്ല. നമ്മെ ദൈവം ഒരിടത്ത് നട്ടെങ്കിൽ, നമ്മുടെ മേൽ ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ, നമ്മെ ദൈവിക ആ അനുഭവത്തിനകത്തേക്ക് നിർത്തിയെങ്കിൽ, ദൈവസഭയ്ക്കകത്ത് ദൈവം നമ്മെ നിർത്തിയെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്, ദൈവത്തിന്റെ പദ്ധതി തുടർന്നുകൊണ്ടിരിക്കുക. അത് തികയ്ക്കാൻ എൻ്റെ ദൈവം ശക്തനാ. പ്രവൃത്തി തുടങ്ങുന്ന ദൈവം, പ്രവൃത്തി തുടരുന്ന ദൈവം, പ്രവൃത്തി തികയ്ക്കുന്ന ദൈവം. പൗലോസിനെ നോക്കുന്നവർക്ക് ഇത് തോന്നത്തില്ല. പക്ഷെ താൻ പറയുന്നു, എൻ്റെ ലൈഫിലെ ടെസ്റ്റിമണി എന്ന നിലയിൽ ഇവരോട് പറയുന്നുണ്ട് എങ്ങനെ ദൈവം ഈ പ്രവൃത്തി തുടങ്ങിയതും തുടരുന്നതും തികയ്ക്കുന്നതും. നമ്മുടെ 12-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരണം. 12-ാമത്തെ വാക്യത്തിലേക്ക്. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും, സഹോദരന്മാർ മിക്കപേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ. ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സമൂഹം പൗലോസിനെ പറയും. കാരണം ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യനല്ല പൗലോസ്. എപ്പോഴും സാധാ ആക്റ്റീവാണ്, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള മനുഷ്യൻ. പക്ഷെ ഇപ്പോഴത്തെ തൻ്റെ ജീവിത രീതി ഇത് പറഞ്ഞാൽ കാരാഗ്രഹത്തിനകത്താണ്. വെറുതെ കാരാഗ്രഹത്തിനകത്തായിരിക്കുകയല്ല, ഇദ്ദേഹം തന്നെ വാടക കൊടുക്കുന്ന വീടാണ്. അദ്ദേഹം തന്നെ വാടക കൊടുക്കുന്ന വീടാണ്. അദ്ദേഹം വാടകയ്ക്കെടുത്ത വീടാണ്. പക്ഷെ വാടകയ്ക്കെടുത്ത വീട്ടിനകത്ത് വീട്ടുതടങ്കലിലാണ് ഈ മനുഷ്യൻ കിടക്കുന്നത്. വീട്ടുതടങ്കിൽ കിടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചങ്ങലയുണ്ട്. ഈ ചങ്ങലയുടെ ഒരു ഭാഗം മറ്റൊരുത്തൻ്റെ കയ്യിലാണ് കെട്ടിയിരിക്കുന്നത്. അത് ഒരു പടയാളിയാണ്. ഒരു പടയാളിയുടെ കയ്യിലാണ് ഈ ചങ്ങലയുടെ മറ്റൊരു ഭാഗം. ഇത് ഒരു ദിവസം 3-4 പടയാളികൾ ഈ മനുഷ്യനോടൊപ്പം ഉണ്ട്. 6 മണിക്കൂർ തുടങ്ങി 8 മണിക്കൂർ വരെയുള്ള ഷിഫ്റ്റായിട്ട് പടയാളികൾ മാറി മാറി വരിക. ഇത് പറഞ്ഞാൽ ഈ മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യമില്ല, പുറത്തു പോകാൻ കഴിയത്തില്ല. ഇങ്ങനെയുള്ള പരിധിക്കകത്താണ് ഇദ്ദേഹം റോമിൽ ഇന്ന് ആയിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ താൻ പറയുന്നു, എന്നാലും പ്രവൃത്തി തുടങ്ങിയ ദൈവം തികയ്ക്കും. എന്നാലും പ്രവൃത്തി തുടങ്ങിയ ദൈവം തികയ്ക്കും. തൻ്റെ ഉറപ്പ് പറയുക. നിങ്ങൾ അടുത്തൊരു പദം, തൻ്റെ ഒരു ടെസ്റ്റിമണിയും കൂടെ ഒന്ന് കേട്ടെ. ഒരു ടെസ്റ്റിമണി കേട്ടെ. എന്താ ടെസ്റ്റിമണി? സഹോദരന്മാരെ, എനിക്ക് ഭാവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ഭാവിച്ചത് ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു, ഭാവിച്ചത്. എന്നാൽ ഒരു വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു ടെസ്റ്റിമണി അല്ലത്. ഒരു ഭാവിച്ചു എന്ന് പറയുന്നതിൽ തീരുന്ന ഒരു ടെസ്റ്റിമണി അല്ല. നമുക്ക് ആ ടെസ്റ്റിമണി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം തൊട്ട് 28-ാമത്തെ അധ്യായം വരെ നിങ്ങൾ വായിച്ചാൽ എന്താണ് ഈ ഭാവിച്ചതെന്ന് മനസ്സിലാകും. ഈ മനുഷ്യൻ എനിക്ക് ഭാവിച്ചതെന്ന് പറഞ്ഞത് മനസ്സിലാകണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം മുതൽ 28-ാമത്തെ അധ്യായം വരെ നോക്കണം. അതിനകത്ത് ജെറുസലേമിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. കൈസരിയിൽ വെച്ച് ഈ മനുഷ്യൻ വിചാരണ ചെയ്യപ്പെട്ടു. ഫെലിക്സിന് താൻ നിരപരാധിയാന്ന് തെളിയിക്കപ്പെട്ടിട്ടും യഹൂദന്മാരുടെ പ്രീതി ലഭിക്കേണ്ടതിന് ഈ മനുഷ്യനെ വഴിയിൽ വിട്ടിട്ട് പോകുന്നു.
അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ വിചാരണ നേരിടുന്നു. കൈസറെ അഭയം ചൊല്ലേണ്ടി വരുന്നു. ആ മനുഷ്യൻ റോമിലേക്ക് യാത്ര തിരിക്കുന്നു. കപ്പൽ ഛേദത്തിൽ അകപ്പെടുന്നു. 14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ഈ മനുഷ്യൻ ആ നടുക്കടലിനകത്ത് നിൽക്കുന്നു. അതിനുശേഷം കയ്യിൽ അണലി ചുറ്റുന്നു, കടിക്കുന്നു. ഇത് മുഴുവൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. തന്നെ കൊല്ലാൻ 40 ദിവസം ഒന്നും കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് ശപഥം ചെയ്ത ആൾക്കാരുണ്ട്. ഇത് മുഴുവൻ സംഭവിച്ചു. ദേഹമർദ്ദനമേറ്റു. ഇതെല്ലാം കൂടെ ചേർത്ത് പുള്ളി ഒറ്റ വാക്കിൽ അങ്ങ് പറയുക, എനിക്ക് ഭവിച്ചത്. ഇത് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. ഒറ്റ വാക്കിൽ താൻ പറയുന്നു, എനിക്ക് ഭവിച്ചത്. തനിക്ക് ഭവിച്ചത് പറയാനല്ല ആഗ്രഹം, അതുകൊണ്ട് ദൈവം എന്തു ചെയ്തു എന്ന് പറയാനാണ് തനിക്ക് ആഗ്രഹം. വന്നതിൻ്റെ കണക്ക് ഒത്തിരിയുണ്ട്, എതിർപ്പുകളുടെ കണക്ക് ഒത്തിരിയുണ്ട്, പ്രതിസന്ധിയുടെ കണക്ക് ഒത്തിരിയുണ്ട്. പക്ഷെ താൻ പറയുന്ന അതുമൂലം എന്തായി കാര്യം തീർന്നു? സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ഒരു പക്ഷേ അത് കണ്ടവർക്കാർക്കും തോന്നിയില്ല ഇത് അഭിവൃദ്ധിക്ക് കാരണമായി തീരുമെന്ന്, ഇത് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് കാരണമായി തീരുമെന്ന്. എന്ന പൗലോസ് പറയുക, പ്രവർത്തി തുടങ്ങിയ ദൈവം അതിൻ്റെ നടുവിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നതുകൊണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് എൻ്റെ കാരാഗ്രഹവും എൻ്റെ പ്രതിസന്ധിയും എൻ്റെ അനുഭവങ്ങളും സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് കാരണമായി തീർന്നെങ്കിൽ ഇന്ന് പകൽ അങ്ങനെ മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങണം. എന്റെ ദൈവം സാഹചര്യങ്ങളെ അങ്ങനെ മാറ്റാൻ കഴിയുന്നവന്. ഹല്ലേലൂയ. അദ്ദേഹം പറയാ, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. വന്നു ഭവിച്ചത് വലുതാ, പക്ഷെ ടെസ്റ്റിമണി ഇതാ, സുവിശേഷത്തിന്റെ ഫർദറൻസ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ഞാൻ പറഞ്ഞത് ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. നമ്മളെ നോക്കിയിട്ട് ലോകത്തിന് കാണാത്ത കാര്യം ദൈവത്തിന് കാണാം. ഇന്ന് നമ്മൾ ഇങ്ങനെ എന്തിനു വന്നു എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം നമുക്കറിയത്തില്ല, ലോകത്തിനും അറിയത്തില്ല. പക്ഷെ അതിൻ്റെ പിൻപിൽ എന്താക്കി തീർക്കാൻ കഴിയുമെന്നുള്ളത് ദൈവത്തിന് കാണാം. എൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത, എൻ്റെ കാതിന് കേൾക്കാൻ കഴിയാത്ത, എനിക്ക് ചിന്തയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല ചോദ്യത്തിൻ്റെ ഉത്തരം ആശ്ചര്യമായി നാളെയുടെ നീളകളിൽ ഒരുക്കി തൻ്റെ പ്രവൃത്തി എന്ന മുദ്ര അതിനകത്ത് നൽകി തൻ്റെ കയ്യൊപ്പോടുകൂടി തരാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ ആമേൻ പറയണം. എൻ്റെ ദൈവം അങ്ങനെ ചെയ്യുന്ന ദൈവമാണ്. പൗലോസ് പറയുന്നു സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. പക്ഷെ അടുത്ത മൂന്ന് ടെസ്റ്റിമണി. ഒന്നാമത്തെ കാര്യം പറയുന്നു 13-ാമത്തെ വാക്യം, എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും. ആദ്യത്തെ ടെസ്റ്റിമണി, എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാണെന്ന് ആര് പറഞ്ഞു? അകമ്പടി പട്ടാളത്തിലുള്ളവർ പറഞ്ഞെന്ന്. ഞാൻ മുമ്പേ പറഞ്ഞൊരു കൂട്ടമില്ലേ, കയ്യിൽ ചങ്ങല, അതിന്റെ മറുഭാഗം ബന്ധിച്ചിരിക്കുന്ന ഈ അകമ്പടി പട്ടാളക്കാര്, ഇവർ പൗലോസിനോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 3-4 വർഷമായി. കാരണം ഈ ഷിഫ്റ്റ് ഇങ്ങനെ മാറി മാറി വരിക എന്ന് പറഞ്ഞാൽ കുറേ പേര് ഇദ്ദേഹത്തോടൊപ്പം ഉണ്ട്, ഇദ്ദേഹത്തെ കാണുന്നുണ്ട്, തന്നെ കേൾക്കുന്നുണ്ട്, തൻ്റെ പ്രാർത്ഥന അവർ കണ്ടു, തൻ്റെ ആത്മീയ ജീവിതം അവർ കണ്ടു, താൻ അടുത്ത സ്നേഹിതരോട് സംസാരിക്കുന്നത് കണ്ടു, എഴുതുന്നത് കണ്ടു, പ്രാർത്ഥിക്കുന്നത് കണ്ടു. ഇതെല്ലാം കണ്ടു 3-4 വർഷത്തിന് ശേഷം അവർ പറയുന്ന ഒരു ടെസ്റ്റിമണി പൗലോസ് ഈ സമൂഹത്തിന് എഴുതി കൊടുക്കുക. അകമ്പടി പട്ടാളക്കാർ പറഞ്ഞു, ഇവൻ ഒരു പ്രതിസന്ധി ഉണ്ടെന്നല്ല, ഇവൻ ഒരു ക്രിസ്തു ഉണ്ടെന്ന. ക്രൈസിസ് ഉണ്ടെന്നല്ല അവർ പറഞ്ഞത്, ക്രൈസ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞത്. ഇവനൊരു ചെയിൻ ഉണ്ടെന്നല്ല പറഞ്ഞത്, ഇവനൊരു ക്രൈസ്റ്റ് ഉണ്ടെന്ന്. അവൻ്റെ പ്രതിസന്ധിക്കകത്ത് അവൻ ലോകത്തിന് കൈമാറിയത് അവൻ്റെ പ്രതിസന്ധികളെയല്ല, അതിൻ്റെ നടുവിൽ അന്തരാത്മാവിൽ താൻ അനുഭവിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ ലോകത്തിന് കൈമാറി കൊടുത്തിട്ട് പറഞ്ഞു, ചുറ്റും നിൽക്കുന്നവർക്ക് കൈമാറി കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കൊരു ക്രൈസിസ് അല്ല, എനിക്കൊരു ക്രൈസ്റ്റ് ഉണ്ട്. നമുക്ക് ചിലത് കൈമാറി കൊടുക്കാൻ കഴിയും, നമുക്ക് ചിലത് പങ്കുവെച്ച് കൊടുക്കാൻ കഴിയും. നമ്മെ കാണുന്നവർക്ക്, കേൾക്കുന്നവരുടെ മുമ്പിൽ നമ്മുടെ ക്രൈസിസിനേക്കാൾ നമ്മുടെ ക്രൈസ്റ്റിനെ വെളിപ്പെടുത്താൻ കഴിയും. ഞാൻ ഈ ഭാഗത്ത് മനസ്സിലാക്കിയത്, ഈ നമ്മൾ പ്രത്യേകിച്ച് ക്രൈസിസിലൂടെ ഒക്കെ പോയാൽ അതിൻ്റെ നടുവിൽ അതുവരെ കാണാത്ത കുറെ പേര് നമ്മളൂടെ കാണും. ആ സമൂഹം ചിലപ്പോൾ അതിനു മുമ്പ് നമ്മളൂടെ കാണത്തില്ല, അതിന് പിൻപും നമ്മളൂടെ കണ്ടെന്ന് വരത്തില്ല. പക്ഷെ ക്രൈസിസിന്റെ നടുക്ക് അവരുണ്ട്. അതൊരു പക്ഷേ വൈദ്യമേഖലയിലുള്ളവരായിരിക്കാം, സാമൂഹിക മേഖലയിലുള്ളവരായിരിക്കാം. ഇതുവരെ നമ്മൾ ഇടപെടാത്ത കുറെ പേർ ഇതിന്റെ നടുവിലുണ്ട്.
പക്ഷെ അവർ പറയുന്ന ടെസ്റ്റിമണി പൗലോസിനെ പറ്റി പറഞ്ഞ ടെസ്റ്റിമണി ആകണം. അവർ പറഞ്ഞു, ഈ മനുഷ്യനെ ഞങ്ങൾ നോക്കിയിട്ട് ഇവനിലൊരു ചങ്ങല ഉണ്ടെന്നല്ല ഞങ്ങൾ കാണുന്നത്, ഇവനിൽ വ്യാപരിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. ശരിക്കും അവിടെ വ്യാപരിക്കുന്നത് അന്ധകാര മണ്ഡലങ്ങൾ പറഞ്ഞു കാണും, ഈ മനുഷ്യനെ ഞങ്ങൾ ഒരു കാരാഗ്രഹത്തിനകത്ത് ഒതുക്കി. പക്ഷെ ഒരു സാധാരണ സുവിശേഷകനായിട്ട് ഈ മനുഷ്യൻ റോമിൽ എത്തിയിരുന്നെങ്കിൽ അവിടെയുള്ള സഭയിൽ വചനം പഠിപ്പിച്ചേനെ, അവിടെയുള്ള സഭയിൽ വചനം പഠിപ്പിച്ചേനെ, അല്ലെങ്കിൽ അവിടെ സിനഗോഗ് ഉണ്ടെങ്കിൽ സിനഗോഗിൽ പ്രസംഗിച്ചേനെ. പക്ഷെ കൈ ചങ്ങലയുള്ളപ്പം ആയുസിൽ ഇന്നു വരെ കൂട്ടിമുട്ടാൻ സാധ്യതയില്ലാത്ത അകമ്പടി പട്ടാളക്കാരുമായിട്ട് കൂട്ടിമുട്ടി. ചില മേഖലയിൽ പരിമിതപ്പെടുത്തി ദൈവം നമ്മെ കൊണ്ടിടുമ്പം അതിൻ്റെ നടുവിലും അസാധാരണമായ പദ്ധതി കിടപ്പുണ്ട്. അതിൻ്റെ നടുവിലും അസാധാരണമായ പദ്ധതി കിടപ്പുണ്ട്. എനിക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ചില മേഖലകളെ, ഒരിക്കലും ആർക്കും സ്പർശിക്കാൻ കഴിയാത്ത ചില മേഖലകളെ ആത്മാവിൽ തൊടുകയെന്ന് ദൈവത്തിൻ്റെ പദ്ധതി അതിനകത്ത് സ്വർഗം വെച്ചിരിക്കുന്നത് ആത്മാവിൽ കാണാൻ തയ്യാറാകുമ്പോൾ നമുക്ക് അതിൻ്റെ നടുവിലും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. ശരിക്കും ഈ റോമൻ പട്ടാളക്കാരുടെ സ്വഭാവം നമ്മൾ ചരിത്രത്തിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ റോമൻ സമാധാനത്തിന് തന്നെ അറിയപ്പെടുന്നത് പാക്സ് റൊമാന എന്ന. ഈ പാക്സ് റൊമാനയുടെ വിഭവദാതാക്കളാണ് ഈ ശരിക്കും ഈ പട്ടാളക്കാർ. ഇവർ ഭയങ്കര അഹങ്കാരികളാണ്. ഒറ്റ മനുഷ്യരെ ഗൗനിക്കത്തില്ല, ഒറ്റ മനുഷ്യനെ വിധേയപ്പെട്ടു കൊടുക്കത്തില്ല. അങ്ങനെ അഹങ്കാരം പിടിച്ചൊരു സമൂഹം. അതുകൊണ്ട് തന്നെ ഒരിക്കലും പൗലോസ് ഒരു സാധാരണ സുവിശേഷകനായി റോമിൽ വന്നാൽ ഇവരെ കൂട്ടിമുട്ടാൻ കഴിയത്തില്ല, ഇവരിലോട്ട് ഈ സന്ദേശം എത്തത്തില്ല. എന്നാൽ ഓടി നടന്നവനെ ഒരു ചങ്ങല കൊടുത്ത് കുറെ കാലം അതിനകത്തിട്ടപ്പം ഒരിക്കലും എത്തത്തെന്ന് വിചാരിച്ച ചില കോട്ടകളെ പൊളിച്ച് അതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ വചനം കൈമാറുവാൻ, അതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ വചനം കൈമാറുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി എനിക്ക് ചിലപ്പോൾ കാണാൻ കഴിയത്തില്ല. പക്ഷേ പ്രവൃത്തി തുടങ്ങിയ ദൈവം അത് തികയ്ക്കുമെന്ന് ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പരിധികളെ പൊളിച്ച് വിശാല സാധ്യത ഒരുക്കാൻ ദൈവത്തിന് കഴിയും. നമ്മെ ഓർത്ത് ലോകം പിന്നെ ടെസ്റ്റിഫൈ ചെയ്യും. ലോകത്തിന് മുമ്പിൽ, ആ സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മെ ഒരു അത്ഭുതമാക്കി നിർത്തിയിട്ട് ദൈവം പറയും, ഇതായിരുന്നു എൻ്റെ പദ്ധതി, ഇതായിരുന്നു എൻ്റെ പദ്ധതി. നമ്മുടെ കൂടെയുള്ളവർ പറയും, ഇവനിൽ വ്യാപരിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. ഈ ദൂത് ദൈവം എന്നെ ഉറപ്പിച്ച ദൂതാ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെയൊക്കെ സംഘർഷ സമയങ്ങളിൽ ദൈവം ഞങ്ങളെ ഉറപ്പിച്ച ദൂതാ ഇത്. കാരണം ഈ പ്രവൃത്തി തുടങ്ങിയ ദൈവമാണെങ്കിൽ അതിനെ അട്ടിമറിക്കാൻ ലോകത്തിലൊന്നിനും കഴിയത്തില്ല. ഇന്നേക്ക് 4 വർഷങ്ങൾ പുറകിൽ എൻ്റെ വൈഫ് ഒരു ക്യാൻസർ പേഷ്യൻ്റായി. ഞങ്ങൾ ഒത്തിരി ക്രൈസിസിലൂടെ കടന്നുപോയ മണിക്കൂറുണ്ട്. മരണം ഞങ്ങളുടെ മുമ്പിൽ അടുത്ത് കണ്ട ഒത്തിരി മണിക്കൂറിലൂടെ ഞങ്ങൾ പോയി. ചെയിനായിട്ടൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ മണിക്കൂർ. പക്ഷെ അതിനകത്ത് സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞങ്ങളുടെ ചുറ്റും കുറേ പേരുണ്ടായിരുന്നു. അത് വൈദ്യശാസ്ത്രത്തിലെ ഡോക്ടർമാരുണ്ടായിരുന്നു, മറ്റു പല സമൂഹങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് പലതും കഴിഞ്ഞ് ദൈവത്തിൻ്റെ വിരടയാളം കണ്ടപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫെയ്ത്ത് ടിങ്കിളിൻ്റെ കേസ് ഞങ്ങൾ ഡീൽ ചെയ്യുമ്പം ഈശ്വരൻ്റെ ഒരു കരം കണ്ടെന്നു. യൂറോപ്യൻ യൂണിയൻ വരെ അംഗീകരിക്കുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം ഇപ്പോഴും പ്രധാന സർജറിക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു മെസ്സേജ് അയക്കും, ഫെയ്ത്ത് പ്ലീസ് പ്രേ ഫോർ മീ. കാരണം അന്ന് അവർ കണ്ടതാണ് ദൈവ സാന്നിധ്യം എങ്ങനെ ഇറങ്ങി വരുന്നതെന്ന്. ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയരെ, നമുക്ക് വരുന്ന പരിധിയോ നമുക്ക് വരുന്ന പരിമിതികളോ ഇതൊന്നും ഒരു വിഷയമല്ല. തമ്പുരാന്റെ കരം, ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം നമ്മുടെ ജീവിതത്തിന്മേൽ ഇറങ്ങി വന്നാൽ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ ആ ദൈവം വരുത്തുന്ന ദൈവിക കരത്തിൻ്റെ വലിപ്പം തിരിച്ചറിയുമ്പോൾ ആ നിമിഷമൊന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പദ്ധതി ദൈവത്തിനുണ്ടോന്ന്. ലോകത്തിനും ചിന്തിക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവമാണ് കാര്യങ്ങളെ ഒരുക്കുന്നത്. ഞാൻ ആ ഭാഗമാണ് നിർത്തുക. ഒന്ന്, ഉറപ്പായി വിശ്വസിക്കുക. പൗലോസ് പറയുന്നു, അകമ്പടി പട്ടാളക്കാർ പറഞ്ഞു, ക്രൈസിസ് അല്ല, ഒരു ക്രൈസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം 14 വാക്യമാണ്. സഹോദരന്മാർ മിക്കവരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചൊരു വാക്യം ഇത്. സഹോദരന്മാർ മിക്കപേരും കർത്താവിൽ ധൈര്യം പൂണ്ട് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ, ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിഞ്ഞു. ഈ പൗലോസിന് വിസിറ്റേഴ്സിനെ സ്വീകരിക്കാം. ആൾക്കാർ വന്ന് പൗലോസിനെ കാണുന്നുണ്ട്. അവരോട് സംസാരിക്കാൻ, കാര്യങ്ങൾ പറയാനൊക്കെ തനിക്ക് അവകാശമുണ്ട്.
എന്നാൽ ഈ വന്ന് കണ്ടവർ ഇപ്പൊ എങ്ങനെ തിരിച്ചു പോന്നേ? ധൈര്യം പൂണ്ട. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ സംഭവിക്കാൻ സാധ്യത കുറവുള്ളൊരു കാര്യം ഇത്. ഞാൻ സാധാരണ കണ്ടിട്ടുള്ള കാര്യം, ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ തന്നെയാണ് കണ്ടിട്ടുള്ളത്, ഈ രോഗികളെക്കാളും ടെൻഷൻ രോഗികളെ കാണാൻ വരുന്നവർക്ക്. ഈ രോഗികൾക്ക് ചിലപ്പോൾ അത്രയും ടെൻഷൻ കാണത്തില്ല, പക്ഷേ ഈ കാണാൻ വരുന്നവരുടെ മുഖമൊക്കെ കണ്ടു കഴിയുമ്പോൾ അയ്യോ എനിക്ക് ഇത്ര വലിയൊരു അസുഖമാണോ എന്ന് അവർക്ക് പോലും എന്ത് ചെയ്യുന്നേ ചിന്തിക്കുന്ന ഒരു 2-3 കൂട്ടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പെട്ടെന്ന് ഈ രോഗികളെ കാണുമ്പോൾ ഓർമ്മശക്തി തിരിച്ചു കിട്ടുന്ന ആൾക്കാരുണ്ട്. അതുവരെ കാര്യങ്ങൾ ഓർക്കാത്തവർ ഈ രോഗത്തിലായിരിക്കുന്ന ആളിനെ കാണുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഇന്നാള് ഇത്ര നാള് മുമ്പേ ഇതേ രോഗം ബാധിച്ച് എന്ത് ചെയ്തു? മരിച്ചുപോയി. ഇവരുടെ മുമ്പ് വെച്ച് തന്നെ അതെന്ത് ചെയ്യത്തുള്ളൂ? പറയത്തുള്ളൂ. ഒരു പ്രത്യേകതരം ഓർമ്മശക്തി തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഒത്തിരി പേർക്കുണ്ട്. എൻ്റെ പ്രിയരെ, ഞാൻ എപ്പോഴും ആ ഒരു കാലത്തിന് ശേഷം ഞാൻ പറയാറുണ്ട്, നമുക്ക് 100 വാക്ക് പറഞ്ഞില്ലെങ്കിലും ഒറ്റ വാക്ക് പറഞ്ഞാൽ പറയുന്നവരുടെ അകത്ത് ജീവൻ കിട്ടണം. 100 വാക്കുകൊണ്ട് കൊന്നില്ലെങ്കിലും ഒരു വാക്കുകൊണ്ട് ജീവിപ്പിക്കണം. ഒറ്റ വാക്കുകൊണ്ട് ജീവിപ്പിക്കണം. കാരണം ദൈവം നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ നാവിന്മേൽ അങ്ങനെ ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. നാവിന്മേൽ അങ്ങനെ ഒരു അധികാരം തന്നിട്ടുണ്ട്. നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ മനസ്സുകൊണ്ട് തളർന്ന ഒരു വ്യക്തിയുടെ അകത്ത് ജീവൻ വ്യാപരിക്കണം. ഒറ്റ വാക്കുകൊണ്ട് ആ വ്യക്തി തകരരുത്, ഒറ്റ വാക്കുകൊണ്ട് ആ വ്യക്തി തളരരുത്. നമ്മൾ ആധരം തുറന്ന് പറയുന്ന ഒരു വാക്ക് ആ അന്തരാത്മാവിൽ ജീവൻ ചലിക്കണം. ആ വ്യക്തിയുടെ നിരാശകളുടെ അടിവരറക്കുന്ന ദൈവത്തിന്റെ ജീവന്റെ കൈമാറ്റം ദൈവം നമ്മുടെ ആധരങ്ങളിൽ തന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ആ സമയത്ത് ഞങ്ങളുടെ ഈ പ്രതിസന്ധി ആയപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഒരു വിവാഹത്തിലിരിക്കുക. അദ്ദേഹത്തിന് എന്നെ വിളിക്കാൻ തോന്നിയില്ല. താൻ പെട്ടെന്ന് മുമ്പിൽ നോക്കിയപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ, കൈ തുടയ്ക്കുന്ന ഒരു ടിഷ്യൂ പേപ്പർ ഇരിപ്പുണ്ട്, പോക്കറ്റിൽ പേനയുണ്ട്. അദ്ദേഹം ആ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒരു ആർട്ടിസ്റ്റോടെ നന്നായിട്ടൊരു വരയൊക്കെ വരച്ച് അതിനകത്ത് ഇപ്രകാരം എഴുതി, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഇതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു. ശരിക്കും അന്ന് വന്ന 100 കോളിനേക്കാളും എന്നെ ബലപ്പെടുത്തിയത് ഈ ഒരു വാക്കായിരുന്നു. ഞാൻ പറയാം, അദ്ദേഹം വെറുതെ അയച്ചതായിരിക്കത്തില്ല, ദൈവം തനിക്ക് നിയോഗം കൊടുത്തിട്ട് താൻ അയച്ചതാ. ഞാൻ പറഞ്ഞൊരു ചില നേരത്തൊക്കെ നമ്മൾ പറയുന്ന ഒരു വാക്കിന് ഇങ്ങനെയുള്ള അധികാരമുണ്ട്. ചില വാക്കുകൾക്ക് അസാധാരണ അധികാരമുണ്ട്. പിശാച് നിരാശക്കകത്ത് തള്ളുവാൻ നോക്കുന്ന മേഖലകളെ ആത്മാവിൽ അതിനെ ഖണ്ഡിപ്പാൻ നമ്മുടെ വായിന് പുറപ്പെടുന്ന വാക്കുകൾക്ക് അധികാരമുണ്ടെന്ന് തിരിച്ചറിയുമെങ്കിൽ അധികാരത്തിന്റെ വാക്കുകൾ പറയണം. പൗലോസ് പറഞ്ഞ അതാ, തൻ്റെ അടുക്കൽ വന്ന് ഏതെങ്കിലും ഒരു ആംഗിളിൽ നിരാശയോടെ ഈ മനുഷ്യനെ നോക്കിയവരുണ്ടെങ്കിൽ അവരാരും നിരാശയോടെ തിരിച്ചു പോയില്ല, അവരൊക്കെ ശക്തരായിട്ട് തിരിച്ചുപോയി. നിരാശയുടെ ആത്മാവിനെ ഖണ്ഡിക്കാൻ ചങ്ങലക്കകത്ത് കിടക്കുന്നവന് അതോറിറ്റി ഉണ്ടെന്ന്. മുമ്പിൽ വരുന്ന തകർച്ചകളെ ഖണ്ഡിപ്പാൻ പ്രതിസന്ധിക്കകത്ത് കിടന്ന ആ മനുഷ്യന് അന്തരാത്മാവിൽ വ്യാപരിച്ച സ്പിരിച്വൽ അതോറിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് പകൽ വിശ്വസിക്ക്, നമ്മുടെ മുമ്പിലുള്ള ഏത് സാഹചര്യത്തെയും ആത്മാവിൽ ഖണ്ഡിക്കാനുള്ള അധികാരം ദൈവം നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. ഈ മനുഷ്യനെ കാണാൻ വന്നിട്ട് തിരിച്ചു പോയത് എങ്ങനാ? ധൈര്യം പൂണ്ട. ശരിക്കും എന്തായിരിക്കും ഈ മനുഷ്യൻ കൈമാറി കൊടുത്തത്? ഞാൻ വിശ്വസിക്കുന്നത് കൈമാറി കൊടുത്തതായിരിക്കും ഈ 4-ാം അധ്യായത്തെ പൗലോസ് എഴുതി വെച്ചത്. ഇദ്ദേഹം വെറുതെ ഒരു ഫിലോസഫി പറഞ്ഞു കൊടുത്തൊന്നുമല്ല, താൻ അനുഭവിച്ചത് ആ ജനത്തിന് കൈമാറി കൊടുത്തു. അതെന്താണെന്ന് താൻ പറയുന്നുണ്ട്. 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലൊക്കെ നോക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥന അപേക്ഷയിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കത്രേ വേണ്ടത്. പൗലോസ് പറഞ്ഞു, വിചാരപ്പെടുക എന്ന് പറയുന്നത് നിങ്ങൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, നമുക്കെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്തൊരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കണം. പക്ഷെ അത് കഴിയുമ്പോൾ കിട്ടുന്നൊരു കാര്യമുണ്ട്, എന്ന സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കുവെന്ന്. ശരിക്കും ആ പദത്തിന്റെ അർത്ഥവ്യാപ്തി നമ്മൾ പഠിച്ചു നോക്കിയാൽ മാത്രമേ എന്താ പൗലോസ് അനുഭവിച്ച ദൈവസമാധാനം എന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. പൗലോസ് പറയുന്നത്, എനിക്ക് എന്തോ ഒരു ശാന്തി കിട്ടിയെന്നല്ല പറയുന്നത്, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം എൻ്റെ ഹൃദയത്തിനകത്ത് കവിഞ്ഞു വന്നു. പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞ പദം കൂടെ ചേർത്ത് പറയാം, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഈ വാഴുക എന്ന് പറഞ്ഞ രാജകീയ ഭാഷയാ, അതൊരു കിങ്ലി ലാംഗ്വേജ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രാജാവ് വാഴുന്നു, രാജാവ് ഭരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, ഹൃദയത്തിനകത്ത് സമാധാനം ഭരിക്കുക.
ദൈവസമാധാനം ഭരിക്കുക എന്ന് പറഞ്ഞ എൻ്റെ മനസ്സിൻ്റെ വിചാരപ്പെടൽ വാഴേണ്ടുന്ന മേഖലകളെ, വിചാരപ്പെടൽ ടേക്ക് ഓവർ ചെയ്യേണ്ട മേഖലകളെ, വിചാരപ്പെടൽ എന്നെ മൂടേണ്ട മേഖലകളെ ഇപ്പം മൂടുന്നത് വിചാരപ്പെടലല്ല, അതിന്മേൽ വ്യാപരിക്കുന്നത് സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം അവിടെ പൊതിഞ്ഞിറങ്ങി വന്നപ്പോ വിചാരപ്പെടൽ അവിടെ നിന്ന് പുറത്തു പോയെങ്കിൽ ഇന്ന് പകൽ മനസ്സിന്റെ കോണിനകത്തുള്ള വിചാരപ്പെടലുകൾ മാറി ദൈവ സമാധാനം അതിന്റെ മഹത്വത്തോടെ നമ്മുടെ ഹൃദയത്തിനകത്ത് വാഴട്ടെ. പൗലോസ് പറഞ്ഞു, എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവസമാധാനം വാഴുക. ഒരിക്കലും ഒരു മനുഷ്യരോട് ചോദിച്ചു, എന്താ സമാധാനം? അദ്ദേഹം പറഞ്ഞു, എല്ലാം ശാന്തമാകുന്നതാണ് സമാധാനം. ഒരു ക്രിസ്തു ഭക്തരോട് ചോദിച്ചു, എന്താ സമാധാനം? അദ്ദേഹം പറഞ്ഞു, എല്ലാം ശാന്തമാകണമെങ്കിൽ ക്രിസ്തു ഹൃദയത്തിനകത്ത് വാഴണം. എന്നിട്ട് താൻ അതിനോട് ചേർത്തൊന്ന് പറഞ്ഞു, ഈ എല്ലാം ശാന്തമായി എനിക്ക് തോന്നുന്നത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിലും ശാന്തത ഉണ്ടായിട്ടല്ല, ക്രിസ്തു ആകത്തുണ്ടേ എല്ലാറ്റിൻ്റെയും നടുവിൽ ഞാൻ ശാന്തനാണ്. എൻ്റെ ചുറ്റുമുള്ള സാഹചര്യം പിന്നെ എനിക്കൊരു വിഷയമല്ല, കാരണം അകത്ത് വാഴുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് എനിക്കെല്ലാം ശാന്തമായിട്ട് തോന്നും. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ജീവിതത്തിൻ്റെ സംഘർഷഭരിതമായ അനുഭവത്തിനകത്ത് നമ്മൾ ശാന്തത അനുഭവിച്ചതിന് ഒറ്റ കാരണമുള്ളൂ, ക്രിസ്തുവിൻ്റെ സമാധാനം അവിടെ ഇറങ്ങി വന്ന് കാര്യങ്ങളെ, സാഹചര്യങ്ങളെ ടേക്ക് ഓവർ ചെയ്തതുകൊണ്ട് നമ്മൾ അവിടെ ശാന്തത അനുഭവിച്ചതെങ്കിൽ, അവിടെ നമ്മൾ സമാധാനം അനുഭവിച്ചതെങ്കിൽ ധൈര്യത്തോടെ ഇന്ന് പകൽ പറയണം, ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ അകത്ത് വാണാൽ, ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ അകത്ത് വാണാൽ, അതെന്നിൽ പെരുകി വന്നാൽ, അതെന്നിൽ നിറഞ്ഞു വന്നാൽ, അത് എന്നിൽ വാണരുളിയാൽ എനിക്ക് ശാന്തത അനുഭവിക്കാൻ കഴിയും. സകല ബുദ്ധിയും കവിയുന്നത്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയ ഒരു പദമുണ്ട്. അദ്ദേഹം ഈ സമാധാനത്തെ ഒന്ന് നിർവചിക്കുക, ഈ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്തെ. അദ്ദേഹം പറയുന്നത്, ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ വഴി തീരുന്ന ഇടമുണ്ട്. There is a place where all road will end. എല്ലാ റോഡുകളും തീരുന്ന ഒരു സ്ഥലമുണ്ട്, എല്ലാ വഴികളും തീരുന്നൊരു സ്ഥലമുണ്ട്. പക്ഷെ അദ്ദേഹം അടുത്ത ഭാഗം പറയുന്നു, വഴികൾ തീർന്നാലും കര തുടരും. ചില വഴി തീർന്നാലും കര തുടരും, കര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ അടുത്തൊരു ഭാഗം, there is a place where all land will end. എല്ലാ ലാൻഡുകളും, എല്ലാ സ്ഥലങ്ങളും തീരുന്നൊരു സ്ഥലമുണ്ട്, അതും തീരും. ചിലപ്പോൾ അത് അഗാധ ഗർത്തങ്ങളായിരിക്കും, അല്ലെങ്കിൽ മഹാസമുദ്രങ്ങളായിരിക്കും. കര തീരുന്ന ഇടമുണ്ട്. എന്നാൽ കര തീർന്നു കഴിഞ്ഞാലും പിന്നെ ഒരല്പം കൂടെ സാധ്യതയുണ്ട്. 6 അടി 8 അടി ദൂരം ചിലപ്പം എനിക്ക് നടക്കാൻ കഴിയും. കാരണം ആ സമുദ്രത്തിനകത്തൂടെ എൻ്റെ കാല് വെച്ച് എനിക്ക് നടക്കാൻ പറ്റുന്നൊരു ദൂരമുണ്ട്. അവിടെയും എനിക്ക് സാധ്യതയുണ്ട്. പക്ഷെ അവിടം കൊണ്ടും സമുദ്രം തീരുന്നില്ല, കണ്ണത്താ ദൂരത്ത് സമുദ്രം കിടക്കുക. പക്ഷെ അവിടെ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വഴി തീർന്നാലും കര തീർന്നാലും എനിക്ക് നീന്താൻ കഴിയുന്നതിനപ്പുറമാണെങ്കിലും അതിനപ്പുറത്തും ചലിക്കുന്നതിൻ്റെ പേരാ ദൈവസമാധാനം. വഴി തീർന്നാൽ ദൈവസമാധാനം തീരത്തില്ല, കര തീർന്നാൽ ദൈവസമാധാനം തീരത്തില്ല. എനിക്ക് നീന്താൻ കഴിയുന്നതിനപ്പുറത്തേക്ക് കണ്ണത്ത ദൂരത്ത് സമുദ്രമുണ്ടെങ്കിലും അവിടെയൊക്കെ കവിഞ്ഞു വരുന്നതിൻ്റെ പേരാ ദൈവസമാധാനമെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ച് പറ, എൻ്റെ ഹൃദയത്തിനകത്ത് ആ ദൈവസമാധാനം വാഴട്ടെ, എൻ്റെ മനസ്സുകൾക്കകത്ത് ആ ദൈവസമാധാനം വാഴട്ടെ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കപ്പെടട്ടെ. ഈ ദൈവസമാധാനം വാഴുന്നതാ. പൗലോസ് പറയുന്നു, ഈ സമാധാനം എൻ്റെ അകത്തുണ്ടെങ്കിൽ എൻ്റെ പുഞ്ചിരി കെടുത്താൻ ഒന്നും കഴിയത്തില്ല, എൻ്റെ സന്തോഷത്തെ കെടുത്താൻ ഒന്നും കഴിയത്തില്ല, ദൈവം എന്നിൽ പകർന്നിരിക്കുന്ന ആഴമായ ബോധ്യത്തെ കെടുത്താൻ കഴിയത്തില്ല. അതുകൊണ്ടല്ല ഈ കാരാഗ്രഹത്തിനകത്തും കിടന്ന് പുള്ളി പറഞ്ഞത്, എനിക്ക് ഇപ്പോഴും ക്രിസ്തുവിനെ മതിയെന്ന്. മറ്റൊന്നും ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പം അദ്ദേഹം പറയുന്നു, തിരിഞ്ഞു പോകാൻ എനിക്കൊരു പ്രേരണയില്ല. എൻ്റെ കൂടെ ഇറങ്ങിയവർ പലരും തിരിഞ്ഞു പോയിട്ടുണ്ട്, കൂടെ വന്നവർ പലരും പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. ദേമാസി ലോകത്തെ സ്നേഹിച്ചു പോയിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി പേര് വിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോഴും ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ചാപറന്ന് തന്നെ എണ്ണുക.
താൻ പറഞ്ഞു ഇപ്പോഴും എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് ക്രിസ്തുവിനെ നേടണം, എനിക്ക് ക്രിസ്തുവിനെ നേടണം. ക്രിസ്തുവല്ലാതെ, ക്രിസ്തുവിനെ കോംപ്രമൈസ് ചെയ്തിട്ട് എൻ്റെ ലൈഫിനകത്ത് മറ്റൊന്നുമില്ലെന്ന്. ത്രാസിൻ്റെ രണ്ട് തട്ട്, ഇതിൻ്റെ ഒരു തട്ടിനകത്ത് താൻ 3-ാം അധ്യായത്തിനകത്ത് തൻ്റെ നേട്ടങ്ങൾ മുഴുവൻ എടുത്തു വെക്കുന്നുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനന്യൻ, ഇത് മുഴുവൻ എടുത്തു വെക്കുന്നുണ്ട്. പക്ഷെ താൻ പറയുന്നു ദമസ്കോസിൻ്റെ പടിവാതുക്ക വെച്ച് ക്രിസ്തുവിനെ കണ്ടൊരു ദിവസമുണ്ട്, ആ ക്രിസ്തുവിൻ്റെ ദർശനം കണ്ടൊരു ദിവസമുണ്ട്. അന്ന് താൻ ഇതിനൊക്കെ വിളിച്ചൊരു പേരുണ്ട്, ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇതൊക്കെയും ചവറന്നെണ്ണുക. അത് വരത്താൻ ഉയർത്തിപ്പിടിച്ചത്, അത് വരത്താൻ ശ്രേഷ്ഠമെന്ന് പറഞ്ഞതിനെ ആ നിമിഷം ഇട്ട പേരാണ് ചവറെന്നുള്ളത്. സാധ്യതകൾ തനിക്ക് മുമ്പ് ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ മറ്റുള്ളത് തനിക്ക് വിലയുള്ളതായി തോന്നിയില്ല. താൻ പറഞ്ഞു വിലയേറിയ ഒന്ന് മാത്രം, അതെന്റെ ആത്മനാഥന. അന്ന് ചവറെന്ന് വിളിച്ചു. കാലം കുറെ കഴിഞ്ഞപ്പം പിന്നെ പഴയത് നല്ലതെന്ന് തനിക്ക് തോന്നിയില്ല. താൻ പറഞ്ഞു ഇപ്പോഴും അത് ചവറ. പക്ഷെ ഇപ്പോഴും എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, സംതൃപ്തി വരാത്ത ഒറ്റ കാര്യം, ക്രിസ്തുവിനെ അറിയണം. താൻ പറഞ്ഞു എൻ്റെ ലൈഫിനകത്ത് ഈ പ്രേക്ഷിത വരിക നിങ്ങൾ ശ്രദ്ധിക്കുക, എത്ര സഭ സ്ഥാപിച്ച മനുഷ്യനാ, എത്ര സ്ഥലങ്ങളിൽ പോയ മനുഷ്യനാ, എത്ര ആത്മാക്കളെ നേടിയ മനുഷ്യനാ. പക്ഷെ അന്നേരവും താൻ പറയുന്നു ഇപ്പോഴും എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഐ വാണ്ട് ടു നോ ഹിം, എനിക്ക് അവനെ അറിയണം. പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ എനിക്കും നമുക്കും പറ്റുന്ന ഏറ്റവും വലിയ അപകടം, ഒരു പരിധി കഴിയുമ്പം നമ്മൾ സംതൃപ്തരായി പോകും, ഇത്രയും മതി എന്നൊരു ചിന്ത വരും. പക്ഷെ ഒരിക്കലും വരരുതാത്തൊരു കാര്യമുണ്ടേ, എൻ്റെ കർത്താവിനെ അറിയുന്നതിൽ, അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയുന്നതിൽ, അവിടുത്തെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ അറിയുന്നതിൽ കർത്താവെ ഒരു പരിധിയും വരരുത്. പൗലോസ് പറഞ്ഞത് എനിക്കതുകൊണ്ട് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് അവനെ അറിയണം, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം. പൗലോസ് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിലാണ് തൻ്റെ ബലഹീനത പോലും താൻ ഓവർകം ചെയ്തുകൊണ്ടിരുന്നത്. തൻ്റെ ബലഹീനത ഗൗരവതയുള്ളതാ. പക്ഷെ താൻ പറയുന്നു അതിനെ അതിജീവിക്കുന്ന ഒരു കാര്യം എൻ്റെ അകത്തുണ്ട്, അത് മരിച്ചവരെ ജീവിപ്പിക്കുന്ന ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എൻ്റെ അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ട് എൻ്റെ ബലഹീനതയും എൻ്റെ പരിമിതിയും ഒരു പരിമിതി എന്ന് തോന്നാതെ വണ്ണം അവിടെ വ്യാപരിച്ചിറങ്ങുന്ന ദൈവശക്തിയുടെ അത്യുഗ്രമായ വലിപ്പ്, അതിൻ്റെ മഹത്വം തിരിച്ചറിയുന്നെങ്കിൽ ഇന്ന് പകലും ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി കൊടുത്തിട്ട് പറ, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എൻ്റെ മൺകൂടാരങ്ങൾ വ്യാപരിക്കുമ്പോ എന്റെ ബലഹീനത, എന്റെ പ്രതിസന്ധികൾ അതൊന്നും ഭാരമായി തോന്നാതെ ആ ദൈവശക്തിയാൽ പൊതിയപ്പെടും. അതുകൊണ്ട് പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പൗലോസിന്റെ ശൂലം മാറിയില്ല. പക്ഷെ കർത്താവ് ഒരു കാര്യം ഓഫർ ചെയ്ത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആ പദം ഭയങ്കര, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ശരിക്കും അതിൻ്റെ ഒരു ഭാഷയിൽ കിടക്കുന്നത് ബലഹീനതയിൽ പൊതിഞ്ഞു വരുന്നു എന്നാ. ഈ പൊതിഞ്ഞു വരുന്നു എന്ന അർത്ഥം നമ്മൾ നമുക്ക് ഈ സൂം മീറ്റിങ്ങിനകത്ത് ഈ വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇടും. നമ്മൾ വിർച്വൽ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇട്ട് ഒരിക്കലും ഒരിടത്ത് പ്രസംഗിച്ചു. അത് കഴിഞ്ഞ ഒരു അച്ഛൻ എന്നെ വിളിച്ചു ചോദിച്ചു, പാസ്റ്റർ അടിപൊളി വീട്ടിലാണല്ലോ പാർക്കുന്നതെന്ന്. സംഭവം നേരാ, ഞാനൊരു അടിപൊളി വീട്ടിൻ്റെ ലിവിങ് റൂമാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇട്ടത്. ഇത് കണ്ട അച്ഛൻ തോന്നി ഞാൻ അടിപൊളി വീട്ടിലാണ് പാർക്കുന്നത്. ശരിക്കും അങ്ങനെ തോന്നണം, അതിനാണ് ഞാനതിട്ടെ. കാരണം പുറകിലത്തെ ആ അവസ്ഥയേക്കാൾ ഈ മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് ഇട്ടപ്പോൾ ആ എൻ്റെ അന്തരീക്ഷം അങ്ങ് മാറി. ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്ത ചെറിയൊരു കാര്യത്തിനകത്ത് പുറകിലത്തേത് മറഞ്ഞു മനോഹരമായത് വെളിപ്പെട്ടു വന്നെങ്കിൽ എൻ്റെ പരിധികളും പരിമിതികളും കിടക്കുന്ന ഇടത്ത് പരിധിയില്ലാത്ത ദൈവത്തിൻ്റെ കൃപ അതിന്മേൽ പൊതിഞ്ഞു വന്നാൽ, പരിധിയില്ലാത്ത ദൈവശക്തി അതിന്മേൽ പൊതിഞ്ഞു വന്നാൽ എൻ്റെ ബലഹീനത പിന്നെ ബലഹീനത എന്ന് അത് തോന്നാതെ വണ്ണം ആ ദൈവശക്തി കാര്യങ്ങളെ നിയന്ത്രിക്കുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ, അത് അനുഭവിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി കൊടുത്ത് തുടങ്ങിയിട്ട് പറ, എൻ്റെ പരിധി അത് പരിധി എന്ന് പോലും തോന്നാതെ വണ്ണം എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അത്യുഗ്രമായ വ്യാപാരത്തെ ഇന്ന് പകൽ തിരിച്ചറിയുന്നവർ ധൈര്യത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറ, ആ ബലഹീനതയിൽ പൊതിഞ്ഞു വരുന്ന ആ ദൈവ ശക്തിയുടെ അത്യുഗ്രമായ വ്യാപാരം. ചില നേരത്തൊക്കെ നമുക്ക് ഉത്തരം പറയുന്നുണ്ട്, ഞാൻ പറയും കൃപയാ ഉത്തരം പറയുന്നേ. ചിലതിന് മുമ്പിൽ മനുഷ്യനോട് നമുക്ക് ഉത്തരം പറയാനില്ല, നമുക്ക് വേണ്ടി ഉത്തരം പറയുന്നത് ദൈവകൃപയാ.
നമുക്ക് വേണ്ടി ഉത്തരം പറയുന്നത് ദൈവശക്തിയാ. എല്ലാത്തിനകത്തും ഉത്തരം പറയാൻ നമുക്ക് കഴിയത്തില്ല. കാരണം നമ്മൾ ഉത്തരം പറയാൻ പോയാൽ നമ്മുടെ പരിമിതി പിന്നെയും പിന്നെയും വെളിപ്പെടത്തേ ഉള്ളൂ. കാരണം അവർക്കറിയാം നമ്മുടെ പരിമിതി, അവർക്കറിയാം നമ്മുടെ പരിധികൾ. എന്നാൽ ഈ പരിധിയുള്ള ഞാൻ ഉത്തരം പറയാൻ പോകണ്ട. എനിക്ക് വേണ്ടി ഉത്തരം പറയുന്നൊരു ദൈവകൃപയാണ്. എനിക്ക് വേണ്ടി ഉത്തരം പറയുന്നത് ദൈവകൃപയാ. ഞാൻ ഉത്തരം പറയുമ്പോൾ കൂടുതൽ എൻ്റെ പരിമിതി വെളിവാകത്തേയുള്ളൂ എന്ന ദൈവകൃപ എനിക്ക് വേണ്ടി ഉത്തരം പറയും. ദൈവശക്തി എനിക്ക് വേണ്ടി ഉത്തരം പറയും. ദൈവമഹത്വം എനിക്ക് വേണ്ടി ഉത്തരം പറയും. ദൈവശക്തിയുടെ അത്യപൂർവമായ വ്യാപാരം എനിക്ക് വേണ്ടി ഉത്തരം പറയുന്നത്. പൗലോസ് പറയുന്നത്, ഞാൻ ആ സമാധാനത്തെ ആവോളം അനുഭവിക്കുക. അടുത്തത് ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ കാര്യം പറയാം. പൗലോസ് പറയുന്നു, എനിക്ക് ദൈവിക സംതൃപ്തി അകത്ത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. താൻ പറഞ്ഞു, ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളിലൂടെ തന്നെ ഞാൻ പോയേക്കുന്നത്. ഉയർച്ച വന്നിട്ടുണ്ട്, താഴ്ച വന്നിട്ടുണ്ട്, തൃപ്തനായിരുന്നിട്ടുണ്ട്, വിശന്നിരുന്നിട്ടുണ്ട്. 12-ാമത്തെ വാക്യം, 4 12-ാമത്തെ വാക്യ. എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. പൗലോസ് പറയുന്നത്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, തൃപ്തിയുണ്ട്, വിശപ്പുണ്ട്. ഇതൊക്കെ വന്നു. പക്ഷെ അതൊന്നുമല്ല എന്നെ അടയാളപ്പെടുത്തിയത്. ചിലപ്പോഴൊക്കെ നമ്മുടെ താഴ്ച അടയാളപ്പെടുത്തും, ചിലപ്പോൾ നമ്മുടെ ഉയർച്ച അടയാളപ്പെടുത്തും. പക്ഷെ പൗലോസ് പറഞ്ഞു, ഇതല്ല എന്നെ അടയാളപ്പെടുത്തിയേ. എന്നെ അടയാളപ്പെടുത്തിയ കാര്യം 13-ാമത്തെ വാക്യ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകുന്നു. ശരിക്കും ആ വാക്യത്തിൻ്റെ നട്ടലെന്ന് പറഞ്ഞ 12-ാമത്തെ വാക്യ. പൗലോസ് അത് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം താഴ്ചയിലിരിപ്പാൻ എനിക്കറിയാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സമൃദ്ധിയിലിരിപ്പാൻ എനിക്കറിയാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം തൃപ്തനായിരിക്കാൻ എനിക്കറിയാം. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം വിശന്നിരിപ്പാൻ എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളുടെ നടുവിലും എൻ്റെ തല ഉയർത്തി ദൗത്യത്തിനകത്ത് എന്നെ ഉറപ്പിച്ചു നിർത്തുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ആദരം തുറന്ന് ഇന്ന് രാത്രി, ഇന്ന് പകൽ പറഞ്ഞു തുടങ്ങണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഒരു പരിധിയും പരിമിതിയും ഇല്ലാതെ എന്നെ കൈപിടിച്ച് നടത്താൻ കഴിയുന്ന എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ചില പരിധികളെ ഇന്ന് പകൽ വെല്ലുവിളിക്കുക, ചില പരിമിതികളെ ഇന്ന് പകൽ വെല്ലുവിളിക്കുക, ചില അസാധ്യതകളെ ഇന്ന് പകൽ വെല്ലുവിളിക്കുക. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് പകൽ ലജ്ജിച്ച് തല താഴ്ത്തുന്ന ദൈവമഹത്വത്തിന്റെ നിമിഷങ്ങളാകട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. വിശ്വസിക്കുന്ന പക ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ചില കുടുംബങ്ങളുടെ മേൽ പരിധികൾക്ക് അപ്പുറത്തേക്ക് ശക്തനാക്കുന്ന ദൈവത്തിന്റെ കരം, ശക്തനാക്കുന്ന ദൈവത്തിന്റെ കരം, ഉജ്ജ്വലമായി ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം, അന്തരാത്മാവിനെ സ്പർശിക്കുന്ന ദൈവത്തിന്റെ കരം, ശക്തനാക്കുന്നവൻ മുഖാന്തരം, ശക്തനാക്കുന്നവൻ മുഖാന്തരം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ശക്തനാക്കുന്ന ആ ദൈവത്തിന്റെ കാര്യത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ. ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. പൗലോസ് പറഞ്ഞ, ഒന്നിനും ഒരു ബാരിയർ ഇല്ല. ഒറ്റ ഘടകം, എന്നെ ശക്തനാക്കുന്ന കർത്താവ്. അതുകൊണ്ട് ഉയർച്ച വിഷയമല്ല, താഴ്ച വിഷയമല്ല. ഏതിൻ്റെ നടുവിലും എന്നെ ഒറ്റ കാര്യം ബലപ്പെടുത്തുന്നത്, എന്നെ ശക്തനാക്കുന്ന കർത്താവാണ് എൻ്റെ ഉറപ്പ്. അത് മാത്രമാണ് എൻ്റെ ഉറപ്പ്. ചിലതിനകത്തൊക്കെ നമ്മുടെ പരിമിതി, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, നമ്മുടെ പരിമിതി എവിടണ്ട, നമ്മുടെ പരിധികൾ എവിടണ്ട. പക്ഷെ ദൈവം ആ പരിധിക്കകത്ത് തൻ്റെ കൃപ നിറച്ചാൽ, തൻ്റെ ശക്തി നിറച്ചാൽ നമ്മൾ വിസ്മയമാണ്. നമ്മുടെ പരിമിതി വ്യക്തമാണ്, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ദൈവത്തിൻ്റെ കൃപ നിറച്ചാൽ ഏതു മേഖലയിൽ തോറ്റോ, ഏതു മേഖലയിൽ തകർന്നോ, ഏതു മേഖലയിൽ വീണുപോയോ, ഏതു മേഖല ലോകത്തിന് മുമ്പിൽ വെളിപ്പെട്ടോ, അവിടെ തന്നെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി കൈപിടിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ തോൽവിയുടെ നടുവിൽ വിസ്മയമാക്കാൻ ഇതിന് ദൈവത്തിന് ആരുടെയും കൈത്താങ് വേണ്ട. ദൈവത്തിന് തനിയെ അത് കഴിയും. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു കാര്യവും, ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതുകൊണ്ട് അബ്രഹാം പോലും പറയുന്നുണ്ട്, സോദോം രാജാവ് വന്നിട്ട് പറഞ്ഞു, ഞാനിത് നിനക്ക് ചെയ്യട്ടെ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു.
കാരണം എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി അതിലും ശ്രേഷ്ഠമായിട്ട് വെളിപ്പെടാൻ പോവാ. ബൈപ്പാസ് ചെയ്യാൻ എനിക്ക് വേണ്ട, ബൈപ്പാസ് ചെയ്യുന്നതൊന്നും എനിക്ക് വേണ്ട. എൻ്റെ ദൈവം ശക്തനാ, എൻ്റെ ദൈവം ശക്തനാ. അബ്രഹാമിൻ്റെ പരിമിതി എന്തെന്ന് അബ്രഹാമിന് അറിയാം, അബ്രഹാമിൻ്റെ പരിമിതി എന്തെന്ന് ലോകത്തിനും അറിയാം. എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് ലോകം വരുത്തേണ്ട ദൈവത്തിന് അറിയാം. ഈ പരിമിതികളെ മാറ്റി ദൈവത്തിന്റെ സാധ്യതകൾ തുറക്കുന്ന വഴി എന്തെന്ന് ദൈവത്തിനറിയാം. ചില പരിമിതികളെ ഇന്ന് പകൽ പരിമിതിയായി കിടക്കുമ്പോൾ തന്നെ കൃപ കൊണ്ട് അതിനെ പൊതിഞ്ഞ്, തന്റെ ശക്തിയാൽ അതിനെ പൊതിഞ്ഞ് നമ്മെ ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്ന ദൈവ മഹത്വത്തിന്റെ കരം. ഇന്ന് പകൽ കുടുംബങ്ങളുടെ മേൽ വ്യക്തിപരമായി ഇതൊരു ആത്മാവിന്റെ കൈമാറുന്ന ദൂതായി വിശ്വസിച്ച് അകത്ത് ഏറ്റെടുക്കുക. പരിധികളും നടുവിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം അതിന്റെ മേൽ. പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകുന്നു, സകലത്തിലും മതിയാകുന്നു. ഒന്ന്, എനിക്ക് സമാധാനം നൽകുന്ന എൻ്റെ ദൈവം. രണ്ട്, എനിക്ക് സംതൃപ്തി നൽകി എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ ദൈവം. മൂന്നാമത്തെ കാര്യം 19-ാമത്തെ വാക്യ അവിടെ പറയുന്നത്, എൻ്റെ ദൈവമോ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്ത് വണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ഒരു ദിവസം പറയുന്നു, തീർത്തു തരുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഒന്ന്, എനിക്ക് സമാധാനം നൽകുന്ന ദൈവമുണ്ട്. രണ്ട്, എനിക്ക് സംതൃപ്തി നൽകുന്ന ദൈവമുണ്ട്. മൂന്ന്, തൃപ്തി തരുന്ന, തീർത്തു തരുന്ന ദൈവമുണ്ട്. മൈ ഗോഡ് ഈസ് സഫിഷ്യന്റ്. എൻ്റെ ദൈവം സഫിഷ്യന്റാ, ഓൾ സഫിഷ്യന്റാ. ശരിക്കും ആ ഒരു പദം ഞാൻ മനസ്സിലാക്കുന്നത് പൗലോസിന്റെ ഹൃദയത്തിനകത്തുനിന്ന് പറഞ്ഞ പദമാണ്. എൻ്റെ ദൈവമോ, എൻ്റെ ദൈവമോ. ഞാനത് ആ ഭാഗത്തെ മനസ്സിലാക്കുന്നത് ഒരു പ്രാക്ടിക്കൽ ക്രിസ്റ്റോളജിയാണ്, പ്രായോഗിക ക്രിസ്തുശാസ്ത്ര. എൻ്റെ ദൈവം, തൻ്റെ വഴികളിൽ താൻ കണ്ട ക്രിസ്തു, തനിക്ക് വേണ്ടി വെളിപ്പെട്ട ക്രിസ്തു. നിങ്ങൾ നോക്കിക്കേ, പൗലോസിന്റെ ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ രണ്ടാമത്തെ മിഷണറി യാത്ര തന്നെ നമ്മൾ നോക്കിയാൽ ആദ്യം വന്നത് ഫിലിപ്പിയിൽ, ചില ദിവസങ്ങൾക്ക് ശേഷം ഓടിപ്പോകേണ്ടി വന്നു. അതിനുശേഷം വന്നത് തെസലോനിക്കയിൽ 3 ആഴ്ച കൊണ്ട് ഓടിപ്പോകേണ്ടി വന്നു. അതിനുശേഷം വന്നത് ബെരോവയിൽ ആഴ്ചകൾക്ക് ശേഷം യഹൂദന്മാർ വന്ന് ഓടിച്ചു വിട്ടു. അതിനുശേഷം ഈ മനുഷ്യൻ പോയത് അഥേന എന്ന് പറയുന്ന പ്രൗഢഗംഭീര സ്ഥലത്ത് ഒറ്റ പ്രസംഗം പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പ്രസംഗത്തിന്റെ പകുതി വഴിക്ക് എപ്പിക്യൂരിനും സ്റ്റോയിക്കിങ്ങളുടെ പ്രസംഗം മുടക്കിക്കളഞ്ഞു. പകുതി വഴിക്ക് ഈ മനുഷ്യൻ ഓടിപ്പോകേണ്ടി വന്നു. എവിടെയും സ്ഥിരതയില്ലെന്ന് പറഞ്ഞ സമയമാവന്, എവിടെയും സ്ഥിരതയില്ല. ഓടിപ്പോവുക. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ നിരാശനാകാൻ മറ്റൊരു കാരണം വേണ്ട, എങ്ങും നിൽക്കാൻ കഴിയുന്നില്ല. ഓടിപ്പോവുക, വേട്ടയാടപ്പെടുക, വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചു വേട്ടയാടപ്പെടുക. എന്നാൽ 5ാമത് അവൻ എത്തിയ സ്ഥലമാണ് കൊരിന്തെന്ന് പറഞ്ഞ പട്ടണം. ആ കൊരിന്തിലെത്തിയപ്പോൾ പൗലോസിന്റെ മനസ്സിന്റെ വേദനയുടെ തോതെന്തെന്ന് മറ്റാരെക്കാളും ദൈവത്തിനറിയാം. അവിടെ എഴുതപ്പെട്ടൊരു ഇടപെടലുണ്ട്. അന്ന് രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, പൗലോസെ നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷം വരുത്തത്തില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വലിയ ജനമുണ്ടെന്ന്. ഓടിപ്പോയ 4 അനുഭവങ്ങൾ കിടപ്പുണ്ട് പുറകിൽ. അടുത്ത പട്ടണത്തിൽ എന്തെന്ന് തനിക്കറിയത്തില്ല, ദൈവത്തിനറിയാം. ഈ മനുഷ്യൻ ഇനി ഒരു സാധാരണ എൻകൗണ്ടർ പോരാ, ഇവനൊരു അസാധാരണമായ ചിലത് ഇവന് മുമ്പേ തുറന്നു കൊടുക്കണം. അതുവരെ അവൻ കണ്ടതിനേക്കാൾ, അതുവരെ അവൻ കേട്ടതിനേക്കാൾ, അതുവരെ അവൻ അറിഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്ക് അസാധാരണമായ ഒരു എൻകൗണ്ടറിനകത്തേക്ക് സ്വർഗം അവനെ നിർത്തിയിട്ട് പറഞ്ഞു, ഒരു മനുഷ്യനും കയ്യേറ്റം ചെയ്ത് ദോഷം വരുത്തത്തില്ലെന്ന് ദൈവം അവന് ഉറപ്പ് കൊടുത്തെങ്കിൽ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ ദൈവം നമ്മോട് എൻകൗണ്ടർ ചെയ്യും. ദൈവം നമ്മോട് എൻകൗണ്ടർ ചെയ്യും. നമ്മെ ഉറപ്പിക്കുന്ന ചില എൻകൗണ്ടറുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന, നമ്മുടെ ചില ദർശനങ്ങളെ മാറ്റുന്ന, നമ്മുടെ ചില പരിധികളെ മാറ്റുന്ന ചില എൻകൗണ്ടറുകൾ സ്വർഗം നമുക്ക് വേണ്ടി തരുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർ ധൈര്യത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. എന്റെ ദൈവം എൻകൗണ്ടറുകളുടെ ദൈവമാണ്. എനിക്ക് ഭാഗം ഇഷ്ടമാണ്. കാരണം എഴുതി വെച്ചത് 18 മാസം ആ മനുഷ്യൻ ആ പട്ടണത്തിലുണ്ടായിരുന്നു. എതിര് വരാഞ്ഞിട്ടല്ല, പക്ഷെ തോടാൻ ദൈവം അനുവദിച്ചില്ല. ഒരു പക്ഷേ ഫിലിപ്പിയേക്കാളും എതിർപ്പ് ആ മനുഷ്യന് കൊരിന്ത് നേരിട്ടതാ. പക്ഷെ അവനെ അവിടെ നിന്ന് പറിച്ചെറിയാൻ ഒറ്റ എതിർപ്പിനും കഴിഞ്ഞില്ല.
ഞാൻ പറഞ്ഞൊരു ചിലതൊക്കെ ഓടിപ്പോയതിന് ശേഷം ദൈവം കൊണ്ട് ഉറപ്പിച്ച് നിർത്തുന്ന ചില മേഖലയുണ്ട്. ആ ഉറപ്പിച്ച് നിർത്തുന്നിടത്ത് എത്ര മനുഷ്യൻ എതിരെ നിന്ന് ചലിച്ചാലും കഴിയത്തില്ല. കാരണം അതിൻ്റെ പുറകിൽ ഒരു എൻകൗണ്ടർ ഉണ്ട്. 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 ചിലരൊക്കെ വേട്ടയാടപ്പെട്ടു, ചിലരൊക്കെ ഓടിപ്പോകേണ്ടി വന്നു. പക്ഷെ ഇത് എൻകൗണ്ടറിന്റെ സമയ. ദൈവം എൻകൗണ്ടർ ചെയ്ത് ഉറപ്പിച്ച് നിർത്തിയിടത്ത് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അവിടെ ഉലച്ചു കളയാൻ കഴിയത്തില്ലെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ ആത്മാവ് ദൈവത്തിന് നന്ദി കൊടുത്തു തുടങ്ങുക. ദൈവത്തിന്റെ എൻകൗണ്ടറുകൾ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എൻ്റെ ദൈവം മനുഷ്യൻ ഓടിക്കളഞ്ഞപ്പോഴും വേട്ടയാടിയപ്പോഴും അതിൻ്റെ നടുവിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന എൻ്റെ ദൈവം. പ്രവാചകനായി ആഗബോസ് ഈ മനുഷ്യന്റെ അരക്കച്ചയെടുത്തിട്ട് കൈയും കാലും കെട്ടിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഉടമസ്ഥനെ ഇതുപോലെ ജെറുസലേമിൽ ബന്ധിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞ ദൂത് കൃത്യ. തന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ മുഴുവൻ ചുറ്റി നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ ജെറുസലേമിലോട്ട് പോവരുത്. ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഇങ്ങനെ ഭാരപ്പെടുത്തരുത്, ബുദ്ധിമുട്ടിക്കരുത്. വല്ലാതെ തൻ്റെ മനസ്സിൽ ഉറപ്പായിട്ട് 100 പേര് ചുറ്റും നിന്ന് ഒരു കാര്യത്തിനകത്ത് നോ പറയുമ്പം മനസ്സിനകത്ത് ചാഞ്ചാട്ടം വരും. പക്ഷെ എഴുതി വെച്ചിരിക്കുന്നത് അന്ന് രാത്രി കർത്താവ് ദർശനത്തിൽ. അന്ന് രാത്രി ഈ എൻകൗണ്ടർ നടക്കുന്നത് എപ്പോഴാ? നമ്മൾ ഏറ്റവും ആഴത്തിലേക്ക് പോകുമെന്ന് ലോകവും നമുക്കും തോന്നിടത്ത് ഒരു എൻകൗണ്ടർ ഉണ്ട്. ജംഗ്ഷനുകൾക്കകത്ത് ചില എൻകൗണ്ടർ ഉണ്ട്. നാൽക്കവലകൾക്കകത്ത് ചില എൻകൗണ്ടർ ഉണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ചില എൻകൗണ്ടറുകൾ അതിന്റെ നടുവിലുണ്ട്. ജീസസ്. കർത്താവ് പറഞ്ഞത്, പൗലോസേ, നിനക്കൊരു വാഗ്ദത്തത്തിന്റെ നിവർത്തിയായത്. നീ ജെറുസലേമിൽ മാത്രമല്ല, നീ റോമിലും എന്നെ പ്രസംഗിക്കേണ്ടതാ. ചുറ്റും നിൽക്കുന്നവർ ഭീതി എന്ന അപശ്രുതി മാത്രം കേട്ടപ്പം അതിന് നടുവിൽ പൗലോസ് കേട്ടത് രാത്രിയിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ഉറപ്പും അതിനപ്പുറത്ത് ദൈവം ഒരുക്കുന്ന വിശാല സാധ്യതകളുമാണെങ്കിൽ ഇന്ന് പകൽ പരിധിക്കപ്പുറത്തേക്ക് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് നൽകുന്ന ചില എൻകൗണ്ടറുകൾ ഈ ദിവസങ്ങളിൽ തരാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ അവൻ ആത്മാവിൽ ആമൻ പറഞ്ഞു തുടങ്ങട്ടെ. ചില എൻകൗണ്ടറുകൾ തരാൻ കഴിയുന്ന ദൈവം. ജീസസ്. നമ്മുടെ ദൈവം തികവ് തരുന്ന ദൈവ. പരിമിതികൾ ലോകം പറയുമ്പോഴാണ് ദൈവത്തിന്റെ എൻകൗണ്ടർ നമുക്ക് അനുഭവിക്കുന്നേ. എൻ്റെ ലൈഫിനകത്ത് അങ്ങനെ പരിമിതികൾ ഏറെ പറഞ്ഞപ്പോഴാണ് ദൈവത്തിന്റെ എൻകൗണ്ടർ കാണുന്നേ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വൈഫിൻ്റെ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പരമ്പരയായിട്ട് വന്നു. എൻ്റെ പിതാവ് സ്ട്രോക്ക് ബാധിച്ച് അദ്ദേഹം ICU-നകത്ത് കിടക്കുന്നു. ഒത്തിരി പ്രതിസന്ധികൾ അടുപ്പിച്ചു വന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ ഒത്തിരി പേര് പറഞ്ഞു എല്ലാം തീർന്നെന്ന് പറഞ്ഞു, എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞു. അവനൊരു ബാധ്യതയാന്ന് പറഞ്ഞു. ഞാനായിരുന്ന എൻ്റെ സമൂഹങ്ങൾ പോലും അത് തന്നെ പറഞ്ഞു. പക്ഷെ അതിന് നടുവിൽ തമ്പുരാൻ പറഞ്ഞു ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളെന്ന്. എൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒരു ദിവസം ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിലത്ത് കിടന്ന് കരഞ്ഞൊരു മണിക്കൂറുണ്ട്. ആ നിലത്ത് കിടന്ന് കരഞ്ഞ മണിക്കൂറിന് അപ്പുറത്തേക്ക് തമ്പുരാൻ എന്നെ തട്ടി എഴുന്നേൽപ്പിച്ചു. തിരുവെടുത്തിനകത്തേക്ക് കൊണ്ടുപോയി മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ഒരു വാക്ക് ഞാൻ കണ്ടു. കർത്താവ് അപ്പം കയ്യിലെടുക്കുന്ന ഒത്തിരി വട്ടം വായിച്ചിട്ടുള്ളതാ. പക്ഷെ അന്ന് രാവിലെ എനിക്കൊരു പുതിയ അനുഭവം ദൈവം തരികയായിരുന്നു. ഈ അപ്പം കയ്യിലെടുക്കുന്നത് കണ്ടിട്ട് കർത്താവിനോട് ചോദിച്ചു, ഈ അപ്പത്തെ നിന്റെ ജീവിതമായിട്ടൊന്ന് കാണാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു കർത്താവേ, ഈ അപ്പത്തെ എൻ്റെ ജീവിതമായിട്ട് കണ്ടു. അവിടെ കർത്താവ് അപ്പത്തോട് ചെയ്ത കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അവൻ അപ്പം കയ്യിലെടുത്തു വാഴ്ത്തി. ഹി ബ്ലസ് ദാറ്റ് ബ്രെഡ്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ കാണുന്നു എൻ്റെ ജീവിതത്തിന്മേൽ അങ്ങയുടെ അനുഗ്രഹമുണ്ട്. എന്നാൽ അടുത്തത് എനിക്കൊരു ചോദ്യമുണ്ട്. എന്തിനാണ് വൈ യു ബ്രോക്ക് ദാറ്റ് ബ്രെഡ്? എന്തിനാണ് ആ അപ്പത്തെ മുറിച്ചത്? കാരണം മുറിക്കാതെ പങ്കുവെക്കാൻ അങ്ങക്ക് കഴിയുമെന്ന് എനിക്കറിയാം. കാരണം പഴയ നിയമത്തിനകത്ത് ഇത്ര ലക്ഷക്കണക്കിന് ജനത്തിന് അപ്പം കൊടുത്തപ്പം അതിന് ആകാശത്തുനിന്ന് മന്ന പൊഴിച്ചു കൊടുത്തപ്പം നുറുക്കാതെ കൊടുക്കാൻ അങ്ങക്ക് കഴിയുമെങ്കിൽ അപ്പം നുറുക്കേണ്ട കാര്യം അങ്ങക്കില്ല. പക്ഷെ വൈ? എൻ്റെ ഒരു ചോദ്യ. ആ ചോദ്യത്തിന് എനിക്ക് ഇതുവരെ ഉത്തരമില്ല. പക്ഷെ കർത്താവ് ഒരു കാര്യം എന്നോട് പറഞ്ഞത് എനിക്ക് ഉറപ്പാ. നുറുങ്ങി എന്നത് സത്യമാ. പക്ഷെ ഈ അപ്പം ഇരുന്നത് ആരുടെ കയ്യിലാണ്? കർത്താവിൻ്റെ കയ്യിലിരുന്ന നുറുക്കിയത്. നുറുക്കപ്പെട്ടപ്പോഴും ഇരുന്നത് ആ കരത്തിലാ.
നുറുക്കപ്പെട്ടപ്പോഴും ഇരുന്നത് ആ കരത്തില്ല. കരുത്തനായ കർത്താവിൻ്റെ കരത്തിലിരുന്ന നുറുക്കപ്പെട്ടെങ്കിൽ ആ കരം ഉറപ്പ. കരം നമ്മുടെ ഉറപ്പ, ആ കരം നമ്മുടെ സമാധാനമാ, ആ കരം നമ്മുടെ ധൈര്യമാ, ആ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. കർത്താവ് എന്നോട് പറഞ്ഞു, നീ എൻ്റെ കരത്തിലാണ് ഇരുന്ന് നുറുങ്ങിയേ. അതിനേക്കാൾ എന്ത് ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടേ? നമ്മൾ എന്താണെന്നുള്ളത് ഒരു വിഷയമല്ല. അപ്പൻ്റെ കയ്യിൽ അന്നേരവും ഞാൻ സമുദ്രത്തെ മുഴുവൻ വഹിക്കുന്ന കരത്തിനകത്ത ഞാൻ ഇരുന്ന് നുറുക്കപ്പെട്ടെങ്കിൽ പിന്നെ എന്തിനാ നമുക്കാകുലം? എൻ്റെ അപ്പൻ്റെ കയ്യിലല്ലേ, എൻ്റെ അപ്പൻ്റെ കയ്യിലല്ലേ, എൻ്റെ അപ്പൻ്റെ കയ്യിലല്ലേ, എൻ്റെ അപ്പൻ്റെ കയ്യിലല്ലേ. ജീസസ് ജീസസ്. പക്ഷെ അതിനപ്പുറത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഈ അപ്പം കയ്യിലിരുന്ന് നുറുങ്ങുക മാത്രമല്ല, അതിനപ്പുറത്ത് അപ്പൻ പന്തി ഒരുക്കിയതിന് ശേഷമാണ് അപ്പം നുറുക്കിയത്. ഈ അപ്പം കയ്യിലെടുക്കുന്നതിന് മുമ്പേ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ 50 100 പന്തിയായിട്ട്, ചിലടത്ത് 50 എന്ന് പറയും, ചിലടത്ത് 100 ചിലടത്ത് പന്തി എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 4 ഗോസ്പലും അത് 4 ആംഗിളിലാണ് പറയുന്നത്, പല ആംഗിളിൽ അത് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം എനിക്ക് അവിടെ മനസ്സിലായി. ഈ പന്തിക്കകത്ത് 50 ഉണ്ട്, ഈ പന്തിക്കകത്ത് 100 ഉണ്ട്, അടുത്തത് ഈ പന്തിക്കകത്ത് എണ്ണമറ്റത് കിടപ്പുണ്ട്. ആദ്യം പന്തിയ ഒരുക്കിയത്. പന്തി ഒരുക്കിയതിന് ശേഷം ആ അപ്പം കയ്യിലെടുത്ത് നുറുക്കിയത്. വെറുതെ നുറുക്കിയതല്ല, ഈ നുറുക്കിയ അപ്പം പോകാനുള്ള പന്തിയ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ നുറുക്കിയ അപ്പത്തിന് എത്തുവാനുള്ള പന്തിയ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ചില നുറുക്കൽക്കപ്പുറത്ത് നുറുക്കുന്നതിന് മുമ്പ് അപ്പൻ ചില പന്തിയും കൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അന്ന് രാവിലെ തമ്പുരാനോട് പറഞ്ഞു, ഈ നുറുക്കം കൊണ്ടല്ല, ഇതിനപ്പുറത്ത് ചില പന്തിയുണ്ട്, ഇതിനപ്പുറത്ത് ചില പന്തിയുണ്ട്. എൻ്റെ ലൈഫിനകത്ത് ഞാൻ തിരിച്ചറിഞ്ഞത് അവിടം തൊട്ട് എൻ്റെ ജീവിതത്തെയും ശുശ്രൂഷകളെയും ദൈവം ഉടച്ചു വാർത്ത സമയ. അവിടം തൊട്ടാണ് ദൈവിക പ്രവർത്തികളുടെ വാതയാനങ്ങൾ തമ്പുരാൻ തുറന്നു വിട്ടത്. അതുകൊണ്ട് എവിടെ നിന്നാലും ഞാൻ ആ സമൂഹത്തെ കാണുന്ന ഒറ്റ കാര്യമുള്ളൂ, അന്ന് അപ്പൻ ഒരുക്കിയ പന്തിയാണ് ഈ ഡെലിവറൻസ് ചർച്ചിലെ മീറ്റിംഗും. ഇതൊരു ദൈവം ഒരുക്കിയ ദൈവത്തിന്റെ പന്തിയാ. അത് ഏത് നാട്ടിലൊരുക്കിയാലും, അത് ഏത് ദേശത്തൊരുക്കിയാലും ദൈവം ഒരുക്കിയ ദൈവത്തിന്റെ പന്തിയാ. ദൈവം ഒരുക്കിയ ദൈവത്തിന്റെ പന്തിയാ. ദൈവം ഒരുക്കിയ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഇടമാ. അന്ന് തമ്പുരാനോട് പറഞ്ഞു, ഈ നുറുക്കിയത് വെറുതെ ഈ നുറുക്കലുകൊണ്ട് നിർത്താനല്ല, ഇതിനകത്ത് ദൈവം പകർന്ന ഉറപ്പും ധൈര്യവും, ഇതിനകത്ത് ദൈവം പറഞ്ഞ വിടുതലും കൈമാറാൻ വേണ്ടിയാ. അതുകൊണ്ട് ഞാൻ അന്നു മുതൽ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. നുറുങ്ങിക്കിടക്കുന്ന ഹൃദയങ്ങളുടെ മേൽ ശുശ്രൂഷകൾക്കകത്തൊരു ദൈവിക ആശ്വാസങ്ങൾ പടർന്നു കയറുന്നത്. ലൈഫിനകത്തും ശുശ്രൂഷകൾക്കകത്തും ഞാൻ അന്നു മുതൽ തിരിച്ചറിയാൻ തുടങ്ങി. ചിലതൊക്കെ തകരുന്നതും നമ്മളെ ദൈവം ഉടയ്ക്കുന്നതും, ഉടഞ്ഞു കിടക്കുന്ന ചിലതിനകത്ത് ജീവനോടെ കൈമാറാണ്. ഇന്ന് പകൽ ധൈര്യത്തോടെ ആത്മാവിൽ വിശ്വസിക്കുക. നിങ്ങൾ മുറിഞ്ഞ മേഖലകൾ കിടക്കുന്നെങ്കിൽ ദൈവിക ധൈര്യവും ദൈവിക ആശ്വാസവും ദൈവിക വിടുതലും അത് കൈമാറപ്പെടുന്നതാ. ദൈവിക ഉറപ്പുകൾ കൈമാറപ്പെടുന്നതാ. അന്തരാത്മാവിൽ ജീവൻ കൈമാറപ്പെടുന്ന വിശ്വസിച്ച് ധൈര്യത്തോടെ ഇന്ന് പകൽ ദൈവത്തിന് ആമേൻ പറഞ്ഞു തുടങ്ങുക. ദൈവിക സമാധാനം കൈമാറപ്പെടുന്നത്. കർത്താവ് നമ്മുടെ എൻകൗണ്ടർ ചെയ്യുന്നതിന് അത്ര ഉറപ്പ് വേറെ ഒന്നുമില്ല. ശരിക്കും അന്ന് രാവിലെ ഞാൻ നിലത്ത് കിടന്ന് ഞാൻ തുള്ളി ചാടി. അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെ ഉറപ്പിക്കുന്ന ഒരു ഒറ്റക്കാരി ഈ ദൈവശബ്ദമാണ്. ഇത് തമ്പുരാൻ കുറച്ചിട്ടില്ല. ഇത് ഈ ഓരോ സമയങ്ങളുടെ നടുവിലും ഈ ദൈവശബ്ദം അങ്ങോട്ട് പാഞ്ഞിറങ്ങും. ദൈവശബ്ദത്തിന്റെ ബ്യൂട്ടി അങ്ങോട്ട് വെളിപ്പെടും. എല്ലാത്തിന്റെ നടുവിൽ തല ഉയർത്തി നിൽക്കുന്നത് ആ ദൈവശബ്ദത്തിന്റെ മനോഹാരിതയാ. ചിലതിനെ തകർത്തെറിയുന്നത് ആ ദൈവശബ്ദത്തിന്റെ മനോഹാരിതയാ. ചില ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ദൈവശബ്ദത്തിന്റെ മനോഹാരിതയാ. ദൈവം നമ്മുടെ എൻകൗണ്ടർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഉറപ്പ്. എൻ്റെ ദൈവാസനം, ഞാൻ PC നാക്കിന് പോകുന്നതിന് ഒരാഴ്ചകൾക്ക് പുറകിൽ, അതിനുശേഷം എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് സർജറി കഴിഞ്ഞിട്ട് 3 വർഷമായി. ഒരു കുഴപ്പമില്ലായിരുന്നു, വളരെ ആരോഗ്യത്തോടിരിക്കുന്നു. പക്ഷെ അതുവരെ നേരിടാത്തൊരു പ്രതിസന്ധി നേരിട്ടു. അതിനുശേഷം നോർമലി പോകുന്ന ഒരു സാഹചര്യത്തിനകത്ത് 4 മരുന്നുകൾ കഴിച്ചിട്ടും ബോഡി പ്രതികരിക്കുന്നില്ല. ഒരു വിധത്തിലും പ്രതികരണമില്ല. ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നോർമലി ഡോക്ടർമാർക്ക് പോലും അതിൻ്റെ കാരണം തിരിച്ചറിയാൻ പറ്റുന്നില്ല. PC നാക്കിലൂടെ പോകാൻ ഒറ്റയാഴ്ച മാത്രം ബാക്കി. വല്ലാതെ മനസ്സുടഞ്ഞു പോയ മണിക്കൂറുകളായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ തമ്പുരാൻ അടുത്തൊരു എൻകൗണ്ടർ മുമ്പിൽ കൊണ്ട് നിർത്തുകയായിരുന്നു.
എനിക്ക് അതുവരെ അറിയാത്ത ഒരു 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 മനുഷ്യൻ എന്നെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവദാസനെ, ഇത് നിങ്ങളുടെ ഭാര്യയ്ക്ക് യാതൊരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് എൻ്റെ ഭാര്യയ്ക്ക് കുഴപ്പമുണ്ടെന്ന് അറിയില്ല, ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിനകത്ത് നിൽക്കുന്ന അറിയത്തില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അടുത്തൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയുള്ള ഒരു മാധ്യമം മാത്രമാണിത്. അതിനുശേഷം മറ്റൊരാൾ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കാര്യം എത്ര നിസാരമെന്ന് ദൈവം എന്നോട് പറയുന്നു. ഇവർക്കൊന്നും സാഹചര്യം അറിയത്തില്ല, പക്ഷെ ഞങ്ങളുടെ ഡോക്ടർമാർ പറഞ്ഞു, ശരിക്കും 4 മരുന്നുകൾക്ക് ഉത്തരം പറയാൻ കഴിയാത്തൊരു വിഷയത്തിനകത്ത് അവർ സകല ടെസ്റ്റുകളും നിർദ്ദേശിച്ചിട്ട് അവർ ഇതിൻ്റെ ഒരു 2ാം പാദമാണോ എന്ന് പോലും അവർ ചിന്തിച്ച സമയമുണ്ട്. എന്നാൽ ഞങ്ങളുടെ വീട്ടിലുള്ളവരറിഞ്ഞു, ഞങ്ങളുടെ ചർച്ചിലുള്ളവരതറിഞ്ഞു. ഒരുമിച്ച് ദൈവജനം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം വൈകിട്ട് ഞാനും എൻ്റെ പ്രിയപ്പെട്ടവൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു ദൈവശക്തി ആ മുറിക്കകത്തോട്ട് ഇറങ്ങി വന്നു. വലിയൊരു ദൈവമഹത്വം ആ മുറിക്കകത്തോട്ട് ഇറങ്ങി വന്നു. ശരിക്കും ആ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്തോ വയറ്റിനകത്ത് ബ്ലാസ്റ്റ് ചെയ്തു. ശരിക്കും അന്ന് സ്വർഗത്തിന്റെ കരം അവിടെ ഇറങ്ങി തൊട്ട് അത്ഭുത വിടുതൽ നടത്തുമായിരുന്നു. ദൈവപ്രവൃത്തികൾ വെളിപ്പെടുക. അടുത്ത ദിവസം സ്കാൻ ചെയ്യാൻ പോയി, കാര്യങ്ങളൊക്കെ ചെയ്ത് ഡോക്ടർ പറഞ്ഞു, പണ്ടത്തെക്കാളും നന്നായിട്ടിരിക്കുന്നെന്ന്. വിഷയമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവിടെ വ്യാപരിച്ച ദൈവശക്തിയാ. ചില എൻകൗണ്ടറുകൾ നമ്മുടെ ലൈഫിനകത്ത് ദൈവം തരുമ്പോൾ അവിടെ ദൈവ മഹത്വത്തിന്റെ അത്ഭുത കരങ്ങൾ സ്വർഗം അതിനകത്ത് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനും നമ്മുടെ ജീവിതത്തിനും പുത്തൻ എഴുത്താത്. നമ്മുടെ ലൈഫിനെ പുത്തൻ ഏടുകൾ ദൈവത്തിന് എഴുതണമെന്നുണ്ടെങ്കിൽ ചില അനുഭവങ്ങളിലൂടെ, ചില എൻകൗണ്ടറിലൂടെ, ഇതുവരെ അനുഭവിക്കാത്ത ചില ദൈവപ്രവൃത്തിയുടെ പുത്തൻ ഏടുകളിലൂടെ ദൈവത്തിന് കൈപിടിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ ചില പുതിയ അനുഭവമായി ഈ 8ാമത്തെ ദിവസം പകൽ മാറട്ടെ. ചില പുതിയ അനുഭവമായി, ഇതുവരെ ജീവിതത്തിൽ കാണാത്ത ചില ദൈവ മഹത്വത്തിന്റെ അനുഭവങ്ങളായി ദൈവപ്രവൃത്തിയുടെ അനുഭവങ്ങളായി മാറട്ടെ. ദൈവം നമുക്ക് വേണ്ടി ചില സാധ്യതകൾ ഒരുക്കുമ്പോൾ ആ ദൈവിക സാധ്യതകൾക്കകത്ത് അവിടുത്തെ മഹത്വം നമ്മിൽ വെളിപ്പെടുത്തിയും കൂടെ ദൈവം നിർത്തുന്നേ. പൗലോസ് പറഞ്ഞ എൻ്റെ ദൈവം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ഓരോരുത്തരുടെ അനുഭവം. പൗലോസിന്റെ ദൈവം അല്ല, നമ്മുടെ ദൈവ. പൗലോസ് പറയുന്നു, അഗബോസ് പറഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞ എൻ്റെ ദൈവം. തീർന്നില്ല. 14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതിരിക്കുന്ന സമയം, ഭീതിയാണ് മുഴുവൻ, ചരക്ക് മുഴുവൻ കടലിൽ എറിഞ്ഞു കളഞ്ഞു. ഇനി സാധ്യതയൊന്നുമില്ല, മുറ്റും മരണം മാത്രം കാത്തിരിക്കുന്നു. പക്ഷെ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ആ മരണം, നിങ്ങൾക്ക് ആ ചുറ്റും ഇരുട്ട്, നിങ്ങൾ കാണുമ്പോഴേ ഇരുട്ട്. എൻ്റെ അടുക്കൽ ഇന്നലെ രാത്രിയും തേജസ് ഉണ്ടായിരുന്നു. ഞാനിരിക്കുന്നിടത്ത് ഇന്നലെ രാത്രിയും തേജസ് ഉണ്ടായിരുന്നു. എൻ്റെ ഊട്ടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞത്, ഒരാൾക്കും ഒരു ഹാനി വരത്തില്ലെന്ന്. ഇരുട്ടിന്റെ നടുവിലും ഇറങ്ങി വന്ന ദൈവത്തിന്റെ തേജസ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം എപ്പിഫാന എന്നൊരു പദമുണ്ട്. പക്ഷെ എപ്പിഫാന നടന്നില്ലെന്നൊരു അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പിഫാന എന്ന പദത്തിന് അർത്ഥം എന്ന് പറഞ്ഞാൽ, ഗ്രീക്ക് പദത്തിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഉദയം എന്നുള്ള പദം. എന്നാൽ അവിടെ കാണുന്നത് ഇവിടെ ഉദയം ഇല്ലെന്ന. നോ എപ്പിഫാനെ, ഉദയം സംഭവിച്ചിട്ടില്ല. ശരിയല്ലേ? 14 ദിവസമായിട്ട് ഉദയമില്ല, 14 ദിവസം അസ്തമനം കണ്ടിട്ടില്ല, മുഴുവൻ ഇരുട്ട് മാത്രമേ ഉള്ളൂ, ഒരു പുതുമയുമില്ല. ജീവിതത്തിന്റെ 14 ദിവസങ്ങൾ ഒരേ രീതിയിൽ ചലിക്കുക. എന്നാൽ അതിൻ്റെ നടുവിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ ഇരുട്ട് കാണുമ്പോൾ എൻ്റെ അടുക്കൽ ഞാൻ ദൈവത്തിന്റെ തേജസ് കാണുക. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ കർത്താവ് കഴിഞ്ഞ രാത്രി എനിക്ക് വേണ്ടി ഇറങ്ങി വരിക. എൻ്റെ മുറിക്കകത്ത് ഒരു ഉദയം സംഭവിച്ചു. ഒരു ദൈവിക എൻകൗണ്ടർ എൻ്റെ മുറിക്കകത്ത് സംഭവിച്ചു. വിശ്വസിച്ച് ഇന്ന് പകൽ പറ, കർത്താവേ, ചില ഇരുട്ടിന്റെ നടുവിൽ ഒരു ഉദയം സംഭവിക്കട്ടെ, ചില ദൈവിക എൻകൗണ്ടറുകൾ സംഭവിക്കട്ടെ. ഓ ജീസസ്,
ഒരു ദൈവിക എൻകൗണ്ടറുകൾ നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് നടക്കട്ടെ. ഒരു ദൈവിക എൻകൗണ്ടറുകൾ നമ്മുടെ സഭയ്ക്കകത്ത് നടക്കട്ടെ. ഒരു ദൈവിക എൻകൗണ്ടറുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കട്ടെ. ചില കാർമേഘം മൂടിയ അനുഭവങ്ങളുടെ നടുവിൽ ഒരു ദൈവിക തേജസ് അവിടെ വെളിപ്പെടട്ടെ. ചില കുടുംബങ്ങളുടെ മേൽ ഇന്ന് പകൽ ആ ദൈവത്തിന്റെ ഉദയം സംഭവിക്കുക. ചില കുടുംബങ്ങളുടെ മേൽ ആ ദൈവത്തിന്റെ ഉദയം സംഭവിക്കുക. ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ ഉദയം സംഭവിക്കുക. അസ്തമനം എന്ന് പറഞ്ഞ മേഖലകൾ ഇല്ലെന്ന് അതിന്റെ നടുവിൽ ദൈവം ചിലതിനെ കോമയിട്ട് എഴുതി തുടങ്ങുക. ആത്മാവിരുന്ന് പകൽ ദൈവ സാന്നിധ്യത്തിന് പ്രതികരിച്ചു തുടങ്ങട്ടെ. തമ്പുരാന്റെ കരം നമ്മെ ആഴമായി ഇന്ന് പകൽ തൊടുക. തമ്പുരാന്റെ കരം നമ്മെ ആഴമായി ഇന്ന് പകൽ തൊടുക. ദൈവശക്തിയുടെ അത്ഭുത വ്യാപാരം, ദൈവശക്തിയുടെ അത്ഭുത വ്യാപാരം ശരീരങ്ങളുടെ മേൽ മനസ്സുകളുടെ മേൽ ഇന്ന് പകൽ വിടുതലകളായി വ്യാപരിക്കട്ടെ. ദൈവപ്രവൃത്തിയെ വ്യാപരിക്കട്ടെ. ഇരുട്ടിന്റെ പദ്ധതികൾ എഴുതി വെച്ച സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിഞ്ഞു മാറി ദൈവം മകത്വം. ആത്മാവിനുള്ള സ്വാതന്ത്ര്യം നടക്കട്ടെ. ആത്മാവിനുള്ള സ്വാതന്ത്ര്യം നടക്കട്ടെ. ആത്മാവിനുള്ള സ്വാതന്ത്ര്യം നടക്കട്ടെ. ജനത്തിന്മേൽ ഇന്നു പകൽ ആ ദൈവത്തിന്റെ കരത്തിന്റെ ദൈവ തേജസ്സിന്റെ ഒരു അസാധാരണ എൻകൗണ്ടറുകൾ. ദൈവവചനത്തിലുള്ള സ്വാതന്ത്ര്യം, ദൈവശക്തിയുള്ള സ്വാതന്ത്ര്യം ഇത് മകൾ സംഭവിക്കട്ടെ. ചില ഇരുട്ടുകളുടെ ദൈവ തേജസ്. എന്റെ ഉടയവൻ, ഞാൻ സേവിച്ചു വരുന്നവനുമായി എന്റെ ദൈവം. ഇത് തന്നെ പൗലോസ് പറയുന്നത്. ആ എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ദാനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി അവശേഷിപ്പിക്കത്തില്ല. ഒന്നും അവശേഷിപ്പിക്കത്തില്ല. പൂർണ്ണമായി തീർത്തരുന്ന ദൈവം. പൂർണ്ണമായി തീർത്തരുന്ന ദൈവം. ഈ ദൈവത്തെ ധൈര്യത്തോടെ ട്രസ്റ്റ് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം അവിടുന്ന് പൂർണ്ണമായി തീർത്തു തരുന്ന ദൈവം. മഹത്വത്തോടെ തീർത്തു തരുന്ന ദൈവം. തേജസ്സോടെ തീർത്തു തരുന്ന ദൈവം. സമ്പൂർണ്ണമായി തീർത്തു തരുന്ന ദൈവം. ജീസസ്. അവിടുന്ന് പൂർണ്ണമായി തീർത്തു വരുന്ന ദൈവം. എനിക്ക് ഒന്ന് രണ്ട് പദത്തിനകത്ത് പിന്നെ ഇഷ്ടമാണ്. മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം. ദൈവമഹത്വം, അവിടുത്തെ ധനം ശരിക്കും ഒരാൾക്ക് വ്യാഖ്യാനിക്കുന്നതിനപ്പുറമായി കാര്യം. കാരണം അവിടുത്തെ ധനം എന്തെന്ന് ഈ കൊച്ചുബുദ്ധി മനസ്സിലാക്കാൻ കഴിയത്തില്ല. അവിടുത്തെ ധനത്തിൻ്റെ ശ്രേഷ്ഠത എന്തെന്ന് ഈ കൊച്ചുബുദ്ധി മനസ്സിലാക്കാൻ കഴിയത്തില്ല. അവിടുത്തെ മഹത്വത്തിൻ്റെ വലിപ്പം എന്താ? പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ പൗലോസ് ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അവിടെ എല്ലാം പറയുന്ന പദം ഈ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തണ്ട. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ധനത്തിൽ നിന്ന്. അപ്പം ദൈവം തരുന്നത് തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തണ്ട എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് ഇവിടുത്തെ നമ്മുടെ സ്റ്റാൻഡേർഡിനൊത്തൊരു പാരാമീറ്ററാണ് നമ്മൾ വെക്കുന്നത്. അപ്പം ദൈവം മഹത്വവാനായ ദൈവം തൻ്റെ ധനത്തിൻ്റെ ഒത്തവണ്ണം തരുമ്പം അത് അളക്കാൻ പറ്റുന്ന ഒരു പാരാമീറ്റർ ഈ ഭൂമിയിലുണ്ടോ? അളക്കാൻ പറ്റുന്ന ഒരു പാരാമീറ്റർ ഉണ്ടോ? അതുകൊണ്ട് ഏത് കാര്യത്തിനകത്ത് ദൈവം ചെയ്യുന്നത് അങ്ങനെ. അതുകൊണ്ട് എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസിന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതൊന്നും അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുക. അതും അളവറ്റ ശക്തിയുടെ വലിപ്പം. അതിനൊരു ചെറിയ തെളിവ്, ഒരു ചെറിയ ഒന്ന് തുലനം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞ് ഒരു ഇൻസിഡന്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ
ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അവിടെ വ്യാപരിച്ച പവർ എത്രയെന്ന് ഹോഴ്സ് പവർ പറയാൻ പറ്റുമോ? അവിടെ വ്യാപരിച്ച പവർ എത്രയെന്ന് ഇവിടെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു പാരാമീറ്റർ പറയാൻ പറ്റുമോ? കഴിയത്തില്ല. കാരണം അതിലപ്പുറത്തേക്ക് ഒരു ഇമ്മൻസ് പവർ അവിടെ വ്യാപരിച്ചത്. പുനരുത്ഥാനത്തിനകത്ത് വ്യാപരിച്ച യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ ശക്തിയാ നമ്മുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുന്നത്. നമ്മുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുമ്പോൾ യേശുവിനെ ഉയർപ്പിച്ച അതേ ശക്തിയാ. ഓ ജീസസ്, ജീസസ്. ഇതെല്ലാം സ്വർഗീയ അളവുകളാ, സ്വർഗീയ അളവുകളാ. അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ നമ്മുടെ അളവിനൊത്തല്ല, ദൈവത്തിന്റെ സ്വർഗീയ അളവിനൊത്ത. ഇത് തന്നെ മനസ്സിലാക്കിയിട്ട് പൗലോസ് പറയുന്നത്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തരും. ഈ ബോധ്യമുള്ള മനുഷ്യനെ ഉറപ്പിക്കാൻ പറ്റുമോ? നമ്മൾ തുടങ്ങിയത് അവിടെ. ഈ ബോധ്യമാണ് അടുത്തൊരു തലമുറയെ ഉറപ്പിക്കാൻ തന്നെ പ്രേരിപ്പിച്ചേ. ഞാൻ വിശ്വസിക്കുന്നത് ഈ മനുഷ്യൻ ഫിലിപ്പിയിൽ അല്ലെങ്കിൽ ഈ റോമിലൊക്കെ വന്ന സമയത്ത് ആൾക്കാർ ചിന്തിച്ച് കാണും, 100 പേര് രക്ഷിക്കപ്പെട്ടാണ് ഈ മനുഷ്യൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഇപ്പം എവിടെ പോയി? ഒരു കാരാഗ്രഹത്തിനകത്ത് പോയി. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി വേറെയായിരുന്നു. ഈ ഒരാൾ പോയി പ്രസംഗിച്ചാൽ 100 പേരല്ലേ 1000 പേര് വചനം കേൾക്കും. എന്നാൽ കാരാഗ്രഹത്തിനകത്തുനിന്ന് ഒരു 100 ആത്മീക സന്താനങ്ങളെങ്കിൽ ജനിപ്പിച്ചാലോ? ഈ 100 സന്താനങ്ങൾ 1,00,000 പോകും എന്ന് പറഞ്ഞ പിശാച് പറഞ്ഞു ഒരുത്തനെ ഒതുക്കിയ ദൈവത്തിൻ്റെ പദ്ധതി ഒതുക്കപ്പെട്ടു പോകുമെന്ന്. പക്ഷെ അതിനകത്തുനിന്ന് ചുറുചുറുക്കുള്ള 100 എണ്ണത്തെ ദൈവം അങ്ങ് പുറത്തു കൊണ്ടുവന്നു. ആത്മീക സന്താനങ്ങളെ ജനിപ്പിക്കാൻ അതിൻ്റെ അകത്ത് ദൈവം അഭിഷക്തനെ അങ്ങോട്ട് ബലപ്പെടുത്തിയപ്പോൾ ഇവര് പോയി പുറത്ത് പോയി അധികം ശക്തിയോടെ പ്രസംഗിക്കാൻ തുടങ്ങിയെന്ന്. അധികം ശക്തിയോടെ. ഞാൻ പറഞ്ഞത്, പ്രവൃത്തി ആരംഭിച്ചത് ദൈവമാണെങ്കിൽ, പ്രവൃത്തി തുടങ്ങിയത് ദൈവമാണെങ്കിൽ ആ പ്രവൃത്തി തികക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ എനിക്ക് കാണാത്ത വഴി, എനിക്ക് കാണാത്ത സാധ്യതകൾ അതിനകത്ത് കാണാൻ ദൈവത്തിന് കഴിയുമെന്ന്. ജീസസ്. നമ്മൾ ഈ വലിയ ആഴത്തിൻ്റെ, നമ്മൾ പറഞ്ഞ ഈ മഞ്ഞുമലയുടെ മുകൾ തട്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിന് 1000 മടങ്ങ് താഴെയുണ്ട്. നമ്മൾ കണ്ടത് ഇന്നിൻ്റെ തലത്തിലുള്ള ചെറിയൊരു തല. പക്ഷെ ദൈവം അതിനെപ്പറ്റി ചിന്തിക്കുന്ന 1000 മടങ്ങ് വ്യാപ്തിയുള്ളത് അതിൻ്റെ അടിയിലുണ്ട്. ഈ പദ്ധതി ചിന്തിക്കാൻ ലോകത്തിന് കഴിയത്തില്ല. പക്ഷെ അകത്തുനിന്ന് ആത്മീക സന്താനങ്ങളെ ജനിപ്പിക്കാം. ഈ തിമത്തിയോസ് ആത്മീക സന്താനം ജനിച്ചു, തീത്തോസ് ആത്മീക സന്താനം ജനിച്ചു. ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോയവൻ അവൻ മാനസാന്തരപ്പെട്ട് പ്രയോജനമുള്ളവനായി പുറത്തു വന്നു, ഒനേസിമോസ് എന്ന് പറഞ്ഞ ഈ ആത്മീക സന്താനങ്ങൾ മുഴുവൻ ജനിച്ചത് ഈ കാരാഗ്രഹത്തിനകത്താണ്. അതുമാത്രമല്ല, ഈ വന്നു കണ്ട സഹോദരന്മാര് തിരിച്ചു പോകുന്നത് അസാധാരണ ധൈര്യത്തോടാ. അവിടെ എഴുതി വെച്ചൊരു പദമുണ്ട്, അവര് പുറത്തുപോയി ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിഞ്ഞു. ഇന്നലെ 10 പേരോട് പറയുന്നവർ ഇന്ന് 100 പേരോട് പറയും. ഒറ്റ വിസിറ്റാ കാരണം. എവിടെ വിസിറ്റ് ചെയ്തു? ആ കൊളോസിയത്തിൽ വിസിറ്റ് ചെയ്തല്ല, കാരാഗ്രഹത്തിൽ വിസിറ്റ് ചെയ്ത ഒറ്റ വിസിറ്റ് കൊണ്ട് 10 പേരോട് പ്രസംഗിക്കുന്നവനെ 100 പേരോടൊക്കെ പ്രസംഗിക്കാൻ ഒരു ജനറേഷനെ ദൈവം ഇമ്പാക്ട് ചെയ്തെന്ന്. അടുത്തൊരു തലമുറയുടെ മേൽ ആത്മാവിന്റെ നിയോഗം കൈമാറുവാൻ ദൈവം നമ്മെ ധൈര്യത്തോടെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ, ചിലത് പകർന്നു കൊടുക്കുമ്പോൾ, ചിലത് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ, നമ്മൾ പറഞ്ഞതിനേക്കാൾ, നമ്മൾ പ്രസംഗിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് അടുത്തൊരു തലമുറ ദൈവം നിയോഗത്തോടെ പുറത്തു വരും. ആത്മാവിച്ചത് കൈമാറി കൊടുക്കട്ടെ അപ്പന്മാർ മക്കളിലേക്ക്, അടുത്തൊരു തലമുറകളിലേക്ക് ആത്മ നിയോഗങ്ങൾ, ദൈവശക്തിയുടെ അനുഭവങ്ങൾ കൈമാറുന്ന നിമിഷങ്ങളായി. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അടുത്തൊരു തലമുറയുടെ മേൽ ഒരു ദൈവാത്മാവിന്റെ നിയോഗം കൈമാറുവാൻ ദൈവം നമ്മൾക്ക് ഒരു നിയോഗം തരുമ്പോ എത്ര ധൈര്യത്തോടെ ഏറ്റെടുക്കും. ഏതിന്റെ നടുവിൽ ഒരു ശേഷിപ്പുണ്ട്, എല്ലാത്തിനും നടുവിൽ ഒരു ശേഷിപ്പുണ്ട് കേട്ടോ. എല്ലാ തലമുറയിലും ദൈവം ഒരു കൂട്ടത്തെ മാറ്റിയിട്ടിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ നീതിയാ, ദൈവത്തിൻ്റെ നീതിയാ. ഞാൻ എൻ്റെ കഴിഞ്ഞ ചില മാസങ്ങളിൽ ഞാൻ യു എസിലായിരുന്ന സമയത്ത്
ഏറ്റവും അധികം എന്നെ കൺസേൺ ആക്കിയ ദൈവാസനെ അടുത്തൊരു തലമുറയാണ്. നമ്മുടെ മലയാളി ചർച്ചകളിൽ പലതിലും തലമുറകളില്ല. അവർ ദൈവസാന്നിധ്യം വിട്ടു പോവാ, ദൈവിക വഴികൾ വിട്ടു പോവാ. പക്ഷേ എന്നെ ദൈവം ഉറപ്പിച്ച് നിർത്തിയ ഒരു ഞാൻ ഒരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ 21 ഉപവാസ പ്രാർത്ഥനയാണ്. ഏറ്റവും അവസാനത്തെ ദിവസങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ തലമുറകൾ ആ മുമ്പിൽ നിന്ന് അവർ ആൾട്ടറിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിൽക്കുക. ഇവർ പൊട്ടിക്കരയുക, ഇവർ നിലവിളിക്കുക. ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ആ സൈഡിൽ കൂടെ റാമ്പിൽ കൂടി ഇങ്ങനെ വന്നൊരു ചെറുപ്പക്കാരൻ ആ ക്യാമറ അവിടെ ഇട്ടിട്ട് അവൻ മുട്ടുമടക്കി അവിടെ കിടക്കുക. ഇവനെ പറ്റി ഈ നിൽക്കുന്ന ഒരു പൈതൽ ദർശനം കണ്ടുകൊണ്ടിരിക്കുക. അസാധാരണമായൊരു ദൈവപ്രവൃത്തി അവിടെ എന്നെ ദൈവം ഓർപ്പിച്ചു. നമ്മൾ ചാരമെന്ന് ചിന്തിക്കുന്നതിൻ്റെ നടുവിലും ഒരു തലമുറയെ ദൈവം പൊക്കുന്നുണ്ട്, ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ട്, ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ. 14 വയസ്സ് പ്രായമുള്ള ഒരു മോൻ 21 ദിവസം ഉപവാസമായിരുന്നു. 14 വയസ്സ് പ്രായമുള്ള ഒരു മോൻ 21 ദിവസം പൂർണ്ണമായി അവർ ഉപവാസം എടുത്തുകൊണ്ട് നിൽക്കുക. ഇവനാണ് അവിടെ നിന്നുകൊണ്ട് ദർശനം കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ വിശ്വസിക്കുന്നു നാളെയുടെ നീടകളിൽ ദേശത്തെ ഇളക്കി മറിക്കാൻ ഒരു വറ്റത്തെ തമ്പുരാൻ തൊട്ടെഴുന്നേൽപ്പിക്കും. നമ്മൾ കാണുന്ന സകല സാഹചര്യങ്ങളുടെ നടുവിലൂടെ ഒരു തലമുറകളെ തമ്പുരാൻ പൊക്കിക്കൊണ്ടുവരും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അത് ഞാനാകട്ടെ. ഈ കാലത്ത് ദൈവ നിയോഗങ്ങളെ ഏറ്റെടുക്കുന്ന ഇത് എൻ്റെ തലമുറയിൽ നിന്നാകട്ടെ. പൗലോസ് ഒരു തലമുറ ഇമ്പാക്ട് ചെയ്തു. അകത്ത് താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും താൻ കൈമാറി ഒരു സമൂഹം അവർ പോയി പ്രസംഗിക്കാൻ തുടങ്ങി. അവർ ഒത്തിരി പേർക്ക് വെളിച്ചമാകാൻ തുടങ്ങി. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പൗലോസ് പറഞ്ഞു, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കും. ഈ ലേഖനം തീരുന്നത് എങ്ങനെയാ? തീരുമ്പോൾ പൗലോസ് പറയുന്നൊരു പദമുണ്ട്, കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇപ്പോൾ താൻ പറയുന്നത് കൈസറുടെ അരമനയ്ക്കകത്തും കർത്താവിന്റെ വചനം കേട്ടവരുണ്ട്. ഈ ചങ്ങല കയറുമ്പോൾ ആരെങ്കിലും ഇത് ചിന്തിച്ചായിരുന്നോ? പക്ഷെ ദൈവത്തിന്റെ വഴി വേറെയാ. പൗലോസ് ആയിസി കാണാത്ത വഴി തുറന്നത് ചങ്ങല കയ്യെ വന്നപ്പോഴാ. ശരിക്കും അത് പൗലോസിന് അന്നേരം തോന്നിയാൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അത് നേരത്തെ ഉണ്ടായിരുന്നു. ഒരനന്യാസിനോട് പറഞ്ഞു, നീ പോയി പൗലോസിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അനന്യാസ് പറഞ്ഞു, അവൻ ഉപദ്രവിയായിട്ട് നടക്കുന്നവനാ. അപ്പൊ കർത്താവ് പറഞ്ഞു, അവൻ യഹൂദന്മാരുടെ മുമ്പാകെ, അവൻ ജാതികളുടെ മുമ്പാകെ, അവൻ രാജാക്കന്മാരുടെ മുമ്പാകെ നിൽക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാണ്. അവൻ സ്നാനപ്പെടുന്നതിന് മുൻപേ അവൻ രാജാക്കന്മാരുടെ മുമ്പാകെ നിൽക്കണമെന്ന് തമ്പുരാൻ എഴുതി വെച്ചതാ. ദൈവത്തിന്റെ പദ്ധതി അവന്റെ ലൈഫിൽ ആദ്യമേ തമ്പുരാൻ എഴുതി വെച്ചതാ. നേരത്തെ ദൈവത്തിന്റെ പദ്ധതി ആത്മാവോടെ എഴുതി വെച്ചതാ. ദൈവത്തിന്റെ പദ്ധതി വളരെ അത്ഭുതകരമായി തമ്പുരാൻ അവിടെ എഴുതി വെച്ചതാ. ഇത് നിറവേറാൻ ഒരു ചങ്ങല വേണ്ടി വന്നു. ചില ക്രൈസിസുകൾ വാഗ്ദത്തങ്ങൾ നിറവേറാനാ. അതുണ്ടെങ്കിലേ ആ വാഗ്ദത്തത്തിലോട്ട് നമ്മൾ കാല് വെച്ച് നിൽക്കത്തുള്ളൂ. ശരിക്കും ഈ ചങ്ങല കൈ കയറിയപ്പം തൊട്ട് പൗലോസിന്റെ പ്രസംഗത്തിന്റെ രീതി മാറി, പ്രസംഗത്തിന്റെ സ്ഥലം മാറി. പിന്നെ പൗലോസ് പ്രസംഗിച്ചത് ഫെലിക്സിന്റെ മുമ്പിലാ, ഫെസ്തോസിന്റെ മുമ്പിലാ, അഗ്രിപ്പാവിന്റെ മുമ്പിലാ, ഇപ്പോഴിതാ സാക്ഷാൽ കൈസറുടെ മുമ്പിലാ. എന്ന് പറഞ്ഞാൽ പൗലോസ് പ്രസംഗിക്കുന്ന ഇടം മാറി, പ്രസംഗിക്കുന്ന സ്ഥലം മാറി, പ്രസംഗിക്കുന്ന ആളുകൾ മാറി, പ്രസംഗിക്കുന്ന സാഹചര്യങ്ങൾ മാറി. കാരണം ഒരു ചങ്ങലയല്ല വിഷയം, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം തന്നിൽ വെളിപ്പെടുത്താൻ സ്വർഗം ഒരുക്കുന്ന ദൈവത്തിന്റെ വഴിയുണ്ടെന്ന്. വെറുതെ ഒരു പ്രസംഗമല്ല കേട്ടോ. ഒറ്റ പ്രസംഗത്തിനകത്ത് രാജാവ് നിന്ന് വിറക്കുക. ഫെലിക്സിന്റെ മുമ്പിൽ നിന്ന് നീതിയെപ്പറ്റി, ഇന്ദ്രിജയത്തെപ്പറ്റി പ്രസംഗിച്ചപ്പം ഫെലിക്സ് ഭയപരവശനായെന്നാ കാണുന്നേ. എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെ വിറപ്പിക്കുന്ന അഭിഷേകം അവന്റെ അകത്ത് വ്യാപരിക്കുന്നേ.
കയ്യിൽ ഒരല്പം ചങ്ങല കാണും. പക്ഷെ രാജാക്കന്മാർ ആ പ്രസംഗം കേൾക്കുമ്പോൾ അവിടെ നിന്ന് വിറക്കത്തക്ക നിലവാരങ്ങളിൽ അസാധാരണമായ അഭിഷേകം ആ മനുഷ്യന്റെ അകത്ത് ദൈവം പകർന്നു കൊടുത്തതെങ്കിൽ, എൻ്റെ പ്രിയരെ, നമ്മുടെ മേൽ അകത്തിട്ടിരിക്കുന്ന ആ ദൈവം നിയോഗത്തിന്റെ വലിപ്പ്, ദൈവിക വാഗ്ദത്തത്തിന്റെ വലിപ്പ് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാൽ അതിന്റെ വാതിലുകള ചില പ്രതിസന്ധികൾ. ഫെസ്തോസിനോട് പ്രസംഗിച്ചു. അഗ്രിപ്പാവ് ബെർണിക്കയുമായി വന്ന് പ്രസംഗം കേട്ടു. ഈ ബെർണിക്ക എന്ന് പറഞ്ഞാൽ ഈ അഗ്രിപ്പാവിന്റെ അർദ്ധ സഹോദരിയുമായിട്ടാണ്, സിസ്റ്ററുമായിട്ടാണ് ഈ മനുഷ്യൻ സഞ്ചരിക്കുന്നത്. ഒറ്റ മനുഷ്യൻ പറഞ്ഞില്ല ഇതിനെപ്പറ്റി. പക്ഷെ പൗലോസിന്റെ ഒരു ഒറ്റ പ്രസംഗത്തിനകത്ത് ഈ മനുഷ്യൻ എഴുന്നേറ്റ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒറ്റ പ്രസംഗം കൊണ്ട് നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ. ശരിക്കും അതിന്റെ 1-2 ട്രാൻസ്ലേഷൻ പറയുന്നത് ഈ മനുഷ്യനും ഭായപരവശനായെന്ന്. എന്ന് പറഞ്ഞാൽ തൻ്റെ പാപത്തെക്കുറിച്ച് തനിക്ക് ബോധമുണ്ടായെന്ന, നിന്ന് വിറയ്ക്കത്തക്ക നിലവാരങ്ങളിൽ അഗ്രിപ്പാവിനെ ഉറപ്പിച്ച അധികാരമായി ഈ മനുഷ്യനകത്ത് വ്യാപരിച്ചത്. ഞാൻ പറഞ്ഞത്, ദൈവം അനുവദിക്കുന്ന ചില ഇടങ്ങളിൽ നമ്മൾ കാണാത്ത ചില ദൈവിക വഴികളും ദൈവത്തിന്റെ പ്രവൃത്തികളും കൂടെ അതിനകത്തിടാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ ദൈവത്തിന് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? നമ്മൾ കാണാത്ത ചില അസാധാരണമായ ദൈവത്തിന്റെ വഴികളും പ്രവൃത്തികളും കൂടെ അതിനകത്ത് ഒരുക്കുന്ന ദൈവം. കർത്താവ് പോലും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. അന്നത്തെ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ടോപ്പായി കൊട്ടാരം. അതുവരെ ഒറ്റ അപ്പോസ്തലൻ അവിടെ ചെന്നിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം കയറാൻ ഒരിടവും ദൈവം ബാക്കി വെക്കുന്നില്ല. ആ കൊട്ടാരത്തെ പോലും സ്പെയർ ചെയ്യുന്നില്ല. അതിനകത്ത് കൈസറെ അഭയം ചൊല്ലിയപ്പോൾ നമ്മൾ ചിന്തിക്കും പൗലോസ് പേടിച്ചൂറി ആയതുകൊണ്ടല്ലേ കൈസറെ അഭയം ചൊല്ലിയെന്ന്. പൗലോസ് പേടിച്ചൂറി ആയതുകൊണ്ടല്ല. അതിനകത്തും അവൻ്റെ വായിന്നത് പുറപ്പെട്ടതിൻ്റെ പിൻപിലും ദൈവത്തിന് പദ്ധതി കാണും. അവൻ അവിടെ ചെന്ന്, കാരണം ഈ കൈസറിന് മുമ്പിൽ ചെല്ലുമ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്നാത്തിനായി വന്നത്? അവന് മുമ്പിൽ എഴുതി വിട്ട കാര്യമുണ്ട്, മതഭേദമാ ഇവൻ പ്രസംഗിച്ചത്. കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവനാ. അപ്പം ആദ്യം ചോദിക്കും നിന്റെ മതവേദാന്ന്, 2 ചോദിക്കും നിന്റെ ദൈവം ആരാന്ന്, 3 ചോദിക്കും നിന്റെ ദൈവശാസ്ത്രം എന്താന്ന്, 4 നീ എന്ത് പ്രസംഗിച്ചെന്ന് ചോദിക്കും, നീ എവിടെയാ ജീവിച്ചത്, എന്താ നീ ചെയ്തെന്ന് ചോദിക്കും. ഇത്രയത്തിന് ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ പൗലോസിന് ക്രിസ്തുവിൻ്റെ സുവിശേഷം നന്നായിട്ട് പറയണം. കാരണം ഇതൊക്കെ പറഞ്ഞാലേ തന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാദിത്തമുള്ളൂ. വിചാരണയാ, ചോദ്യമുണ്ട്, മറുചോദ്യമുണ്ട്. ഇതിനൊക്കെ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു കൈസറിന്റെ കൊട്ടാരം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരു ഇടമായിട്ട് അങ്ങ് മാറി. എന്ന് പറഞ്ഞാൽ ഓരോ വിചാരണ ദിവസങ്ങൾ കോൺഫറൻസുകളായി കാണും. ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുന്ന കോൺഫറൻസുകളായി തൻ്റെ വിചാരണകളെ മാറ്റാൻ ദൈവത്തിന് കഴിഞ്ഞെന്ന്. അതുമൂലം സംഭവിച്ചത് എന്താ? കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. കൈസറുടെ അരമനയ്ക്കകത്ത് സാമ്രാജ്യത്തിന്റെ അറ്റത്തിനകത്തു നിന്ന് ഒരു പട്ടത്തെ ഒരുക്കിയെടുക്കാൻ പൗലോസിനെ ചങ്ങല ധരിച്ച് അവിടെ കൊണ്ട് നിർത്താൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ചില പരിമിതി എന്ന് ചിന്തിക്കുന്ന നടുവിൽ നമുക്ക് കാണാൻ കഴിയാത്ത ചില ദൈവിക വഴികൾ അതിനകത്ത് ഒരുക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് ആമേൻ പറഞ്ഞു തുടങ്ങട്ടെ. ആദരങ്ങളോടെ ആമേൻ പറഞ്ഞു തുടങ്ങട്ടെ. ദൈവ പ്രവൃത്തികൾ അവിടുന്ന് വെളിപ്പെടുന്നത് ധൈര്യത്തോടെ സ്വീകരിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു തുടങ്ങട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തികളുടെ ആഴ തിരിച്ചറിയുന്നവർ ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. എനിക്ക് കണ്ണിന് കാണാൻ കഴിയാത്തത് എനിക്ക് വേണ്ടി ചെയ്ത് അതിനകത്ത് നിവർത്തിക്കാൻ മരുത്തുന്ന എന്റെ ദൈവം, എന്റെ ദൈവം പൂർത്തീകരണം വരുത്തുന്ന ദൈവ. ഈ മനുഷ്യൻ പറയുന്നു, കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങളെ എന്ത് ചെയ്യുക? വന്ദനം ചെയ്യുക. എവിടെ തുടങ്ങിയതാ? ഒരു ചങ്ങലെ തുടങ്ങിയതാ. ഇതെല്ലാം കൂടെ ചേർത്ത പുള്ളി ആ ഒറ്റ പദം പറയുന്നേ, നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്നും. പ്രവൃത്തി ദൈവസഭയോട്, ദൈവദാസന്മാരോട് ഇന്ന് പകൽ കൈമാറുന്നൊരു ദൈവിക ദൂത. പ്രവൃത്തി തുടങ്ങിയൊരു ദൈവമാണ്. ഭൂലോകം മുഴുവൻ എതിർത്തു നിന്നാലും സാഹചര്യങ്ങൾ മുഴുവൻ എതിർത്താലും അതിൻ്റെ നടുവിൽ പ്രവൃത്തി തികക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ധൈര്യത്തോടെ ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് ആമേൻ പറഞ്ഞു തുടങ്ങ്. എൻ്റെ ദൈവം പ്രവൃത്തി തികയ്ക്കുന്ന ദൈവമാ. കുടുംബങ്ങൾക്കകത്ത് പ്രവൃത്തി തികയ്ക്കുന്ന ദൈവം, തലമുറകളുടെ മേൽ പ്രവൃത്തി തികയ്ക്കുന്ന ദൈവം, എൻ്റെ സാഹചര്യങ്ങളുടെ മേൽ പ്രവൃത്തി തികയ്ക്കുന്ന ദൈവം, എനിക്കുള്ള സകലത്തിന്മേലും പ്രവൃത്തി തികയ്ക്കാൻ കഴിയുന്ന എൻ്റെ ദൈവം.
അവിടുന്ന് പ്രവർത്തി തികയ്ക്കുന്ന ദൈവമാണ്. ഞാൻ പൗലോസിൻ്റെ ലൈഫിൽ ഒരു കാര്യം കൂടെ പറയാം നിങ്ങളെ ഉറപ്പിക്കാൻ. ഈ അഥേനയിലെ പ്രസംഗം നമ്മൾ വിചാരിക്കും പകുതി വഴിക്ക് അങ്ങ് നിർത്തിയതാണ്, അതുകൊണ്ട് അതിന് ഫലമില്ലെന്ന്. പക്ഷെ അധ്യായം തീരുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആര്യോപകസ്ഥാനിയായ മനുഷ്യനും മറ്റു മാന്യ സ്ത്രീകളും പൗലോസിനോട് ചേർന്നെന്ന്. ഒരു പ്രസംഗം വിഗ്രഹം മുഴുവൻ നിറഞ്ഞ സ്ഥലത്താണ് എന്ത് നടത്തിയത്? പ്രസംഗം നടത്തിയത്. പകുതി വഴിക്ക് തത്വജ്ഞാനികൾ പറഞ്ഞു മതിയെന്ന്, പ്രസംഗം നിർത്താൻ പറഞ്ഞ പൗലോസ് നിർത്തി, പ്രസംഗം നിർത്തി. പക്ഷെ ആ പകുതി പ്രസംഗിച്ചപ്പോഴേ ആര്യോപകസ്ഥാനി പൗലോസിൻ്റെ കൂടെ ചേർന്നെന്ന്. എന്ന് പറഞ്ഞാൽ ഈ വിഗ്രഹങ്ങൾ ഇരിക്കുന്ന മുഴുവൻ സ്ഥലത്തെ കാവൽക്കാരൻ ഇപ്പം പൗലോസിന്റെ സന്ദേശം കേട്ട് കൂടെ ഉണ്ട്. ഇത് പകുതി വഴിക്ക് നിന്നതാണോ ശരിക്കും? ഞാൻ വിശ്വസിക്കുന്നു മുഴുവൻ പ്രസംഗിക്കേണ്ട ആവശ്യമില്ലെന്ന്. ചിലയിടത്തൊന്നും മുഴുവൻ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് ചെയ്യാൻ നമ്മുടെ 100 വാക്ക് വേണ്ട, ദൈവത്തിന്റെ ശക്തിയാൽ ഒറ്റ വാക്കിന് കഴിയും. ഒരു പകുതി പ്രസംഗം പൗലോസ് പ്രസംഗിച്ചപ്പോൾ ഈ വിഗ്രഹം നിറഞ്ഞിരുന്ന സ്ഥലത്തിന്റെ മുഴുവൻ കാവൽക്കാരനായവൻ മാന്യ സ്ത്രീകളും പൗലോസിനോടൊപ്പം ചേരത്തക്ക നിലവാരങ്ങളിൽ പ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നുണ്ട്? പ്രവൃത്തി തുടങ്ങിയ ദൈവം ആ പ്രവൃത്തി തികയ്ക്കാൻ ശക്തനാണ്. ഘോരഘോരം ഒത്തിരി പറയേണ്ട ആവശ്യമില്ല. ദൈവപ്രവർത്തിക്ക് അവിടുത്തെ ഒരു സമയവും അവിടുത്തെ ഒരു ഇഷ്ടവും മതി. അതിനകത്ത് നമ്മൾ ഒരു ഉപകരണമായിട്ട് നിന്നാൽ മാത്രം മതി. പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. പൗലോസിന്റെ പകുതി പ്രസംഗത്തിനകത്ത് ശരിക്കും അന്ധകാരം മേഖലകൾ മുഴുവൻ നിറഞ്ഞിരുന്നതിൻ്റെ ആര്യോപകസ്ഥാനിയായവൻ്റെ മനസ്സിനെ ഇളക്കി പൗലോസിയുടെ കൂടെ ചേർക്കാൻ, അടുത്തൊരു സമൂഹത്തെ ചേർക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ദൈവപ്രവൃത്തിയെ തടുക്കാൻ ഒന്നിനും കഴിയത്തില്ല. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയുടെ 8ാമത്തെ ദിവസം വിശ്വസിക്കണം. പ്രവൃത്തി ആരംഭിച്ച ദൈവം, എന്നിൽ പ്രവൃത്തി തുടക്കമിട്ട ദൈവം, പ്രവൃത്തി തുടങ്ങിയ ദൈവം ഇന്ന് പകൽ അവിടുന്ന് തുടരുമാറാക്കുന്ന ദൈവമാ. ആ പ്രവൃത്തി തികയ്ക്കുന്ന ദൈവമാ. ആ തികയ്ക്കാൻ അവിടുത്തെ കരം ചലിക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങട്ടെ. അല്പ നിമിഷങ്ങൾ ആത്മാവിൽ ആ ദൈവ ശക്തിക്ക് മുമ്പിൽ, ആ ദൈവ സന്ദേശത്തിന് മുമ്പിൽ ഇന്ന് പകൽ പ്രതികരിച്ചു തുടങ്ങട്ടെ. ദൈവകരം നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ അത്ഭുത സ്പർശനം നമ്മിൽ വെളിപ്പെടുന്ന, ദൈവ മഹത്വം നമ്മിൽ വെളിപ്പെടുന്ന നിമിഷങ്ങളായിട്ട് ഇന്ന് പകൽ മാറട്ടെ. ദൈവത്തിന്റെ വചനം നമ്മുടെ അന്തരാത്മാവിനെ ഉറപ്പിക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ. അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവം ആത്മാവിൽ ഇന്ന് പകൽ പ്രതികരിക്കട്ടെ. ദൈവശക്തിയുടെ അസാധാരണമായ വ്യാപാരം ഇന്ന് പകൽ ജനത്തിനുൾ വ്യാപരിക്കട്ടെ. ചില ചോദ്യങ്ങൾ ഇന്ന് പകൽ മാറിപ്പോകട്ടെ. സംശയങ്ങൾ ഇന്ന് പകൽ മാറിപ്പോകട്ടെ. പ്രവർത്തിക്കാൻ കഴിയുമെന്ന്, പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് അന്തരാത്മാവിൽ ഉറപ്പ് പ്രാപിച്ച് സാധാന്യ മണ്ഡലങ്ങളെ വെല്ലുവിളിക്കാൻ എന്റെ ദൈവം തുടങ്ങിയ പ്രവൃത്തികൾ അത് പകുതി വഴിക്ക് തീരത്തില്ല. അത് നിവർത്തിക്കപ്പെടുമെന്ന് ഇന്ന് പകൽ അധികാരത്തോടെ പറയാൻ ആദരം തുറക്കുന്ന അഭിഷക്തന്മാർ, ആദരം തുറക്കുന്ന ദൈവമക്കൾ, എവിടെയും തീർന്നിട്ടില്ല. നമുക്കുമുള്ള സാധ്യതകൾ തുറന്നു വരിക. ഒരു ചങ്ങലയുണ്ടെങ്കിൽ ഒരു കൊട്ടാരത്തിന്റെ വാതിലുകൾ അതിനു മുമ്പേ തുറക്കുക. ഒരു വലിയ മഹത്വം ഇന്ന് പകൽ ഈ ഹോളിനകത്ത് ഇറങ്ങി വരിക. ഒരു വലിയ മഹത്വം ഇറങ്ങി വരിക. ആ ദൈവ മഹത്വവുമായി ഇന്ന് പകൽ ഒരു എൻകൗണ്ടർ നടക്കട്ടെ. ആ ദൈവ മഹത്വത്തെ ഇന്ന് പകൽ മുറുകെ പിടിക്കാൻ അകത്താഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ആ ദൈവ ശക്തി ഇന്ന് പകൽ ഇറങ്ങി വരിക. അസാധാരണമായി ചലിക്കുന്ന ഒരു ദൈവശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ അദൃശ്യമായി അത്ഭുതകരമായി വ്യാപരിക്കുന്ന ദൈവശക്തി മൺകൂടാരകളുടെ ജയമായി ശരീരങ്ങൾ സ്വതന്ത്രമാകട്ടെ, മനസ്സുകൾ സ്വതന്ത്രമാകട്ടെ. ദൈവമഹത്വം വെളിപ്പെടട്ടെ. ജനങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ദൈവമഹത്വം വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ശക്തിയുടെ ആളവറ്റ വ്യാപാരം, പരിധിയില്ലാതെ വ്യാപരിക്കുന്ന ആ ദൈവ ശക്തിയുടെ വ്യാപാരം.
Hadara Ragana Shadara Asiadara Prabana Hadagara Asadal Prabana Hadaga Shadara Hamdal Prabana Uli Taranabare Manasuko Shini Chavare in the Bagala Atma Total Pika Atma Total Pika Ningada the G or Kaimariga Sharadan Deva Tia Kadimanda. Yes. Rada Raka Nasa Taria Hamdara Tena Teradia Chini Chidakana Chela Megale Jeevan Kaimaraga Chini Chidakana Chela Megale Jeevan Kaimaraga Rabba Ragadana Shandara Teradia Haptal Prabana Jeevan Undagate Velichamundagate in the Paranapa Velichamunda in the Bole Chela Velichangal Vishumbor Amdagara Mari Pogumagil or a Velichatinde or a Jeevan Kaimata Yeshu in the Namatel Arthana Sekharia Arthana Mahamdaradia Cheller in the Bagar Magatote Deva Magatote in the Bagar of the Muruga Pedikiga Deva Magatote and the Muruga Pedikiga Deva Magatomai or a Sadara encounter in the Bagar to Narakuga കാഴ്ചപ്പാടുകൾ മാറ്റുന്നതിലെ എൻകൗണ്ടറുകൾ കാഴ്ചപ്പാടുകൾ മാറ്റുന്നതിലെ എൻകൗണ്ടറുകൾ ദർശനങ്ങളെ മാറ്റുന്നതിലെ എൻകൗണ്ടറുകൾ ജീവിതത്തിലെ ചില പദ്ധതികളെ ഇളക്കി മറിക്കുന്ന ചില എൻകൗണ്ടറുകൾ ഇന്ന് പകൽ സ്വർഗം പകരുക പ്രവൃത്തി ആരംഭിച്ച ദൈവം ചിലതിനെ തികയ്ക്കാൻ അധികാരത്തോടെ ദൈവകരം ചലിക്കുക Astana Ramdana Shataradia Ramchana Ramshadana Hashadriatana Rauchana Andaraga Atma in the Bagal Yudam Shayuna or Yudda Kalamai the Marata Atma Yudam Shayuna Yudda Kalamai Marata Paishadiga Megana Pidichadakana Dustatma Mantanagala Pidichadakana Daviga Papa Putigana Teleka Jenam Daida Toda Kalvetkina Arshaka Sarah Tenatia Rantono Rogo Shotolo Rogo Siatera we shall see Atma will Prati Chodagata Atma will Jagar Chodagata Atma will Poradi Prati Chodagata in the Baga Jayam Sorga Namada Karamel Toniga Jayam Sorga Namada Karamel Teniga Shari Rangadamer Asatanamaya Vidalegal in the Baga Sabavikiga Shari Rangadamer Asatanamaya Vidalegal Sabavikiga Ryoka Mantarangadamer Daviga Saukemal Viamerikiga Dusta Shada, Adatu Chapala, Wadanagan, Deva to the Jaya to the Marabadigal, Sorgam, in the Bagalaya Chudaga. Raidana Seti, Raikadane, Waidama, Asia Tada, Rada, Siandana, Sodandra Magata, Yafoda in the Baranapot, Turan the one of the Pole, Chana the Turan the Varata, Chana the Sodandra Magata, Chana Deva Magata, already Padata. Arshada right Ragara Asia Taradana Ham the right Kashatarata Ran Shada Delicious Right Shadara Asia right Mahandara Chenadara Azadal Prama Raga Tanadia. Yes Riyadana Ramdamana Randana Shadaradia Ragadagadaga, Shadadadadada, Hadadadadadada, Shadadabadadadasi, Hadadadadadada, Hadadadadadadamasia, Oh, Rabadagadagadaga, Shiatana. In the Bagal of the Shari, the Kata, the Vasal of the Shari, the Kata. Only Shamalat Mabu the Pratikambua, Mabu the Pratikambua. They even look at the Yoga Pragar in the Bagal Pratikambua, Parishutama in the Pagal. ജനത്തിന്മേൽ സ്വാതന്ത്ര്യം കൽപ്പിക്കുകയാണ്. നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അതിന് വിരോധമായിട്ടുള്ള സംശയത്തിന്റെ ആത്മാവുകൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ഇത് പകൽ ചിലതിന്മേൽ ജയം ഘോഷിച്ച് ആദരം തുറന്ന് പറഞ്ഞു തുടങ്ങുക, എൻ്റെ ദൈവം തികയ്ക്കും, എൻ്റെ ദൈവം തികയ്ക്കും, എൻ്റെ ദൈവം തികയ്ക്കും. തികയ്ക്കത്തില്ലെന്ന് മനസ്സിനോട് മന്ത്രിക്കുന്ന ശക്തികളെ നോക്കിയിട്ട് ആത്മാവിൽ പറയണം, എൻ്റെ ദൈവം തികയ്ക്കും, എൻ്റെ ദൈവം തികയ്ക്കും. എന്നെ വെറുതെ ഇവിടെ നിർത്തിയതല്ല, തികയ്ക്കാൻ വേണ്ടി നിർത്തിയതാ. തികയ്ക്കത്തില്ലെന്ന് പറഞ്ഞതിന്റെ നടുവിൽ ധൈര്യത്തോടെ പറ, എൻ്റെ ദൈവം തികയ്ക്കും, എൻ്റെ ദൈവം തികയ്ക്കും, എൻ്റെ ദൈവം തികയ്ക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. വെല്ലുവിളിക്കട്ടെ. ചിലതിന്മേൽ ചിറകടിച്ചുയർന്ന
ആത്മാവിൽ ജയഭേരി മുഴക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ. എന്റെ ദൈവം തികയ്ക്കും, എന്റെ ദൈവം തികയ്ക്കും, എന്റെ ദൈവം തികയ്ക്കും, എന്റെ ദൈവം തികയ്ക്കും. റഗന ശദന റബന അടഗജന അർത്ഥനാജന അസിയധര ജഗൽപ്രഭ നഗടഗദന ശാന്തനാദിയ. എന്റെ ദൈവം തികയ്ക്കും, എന്റെ ദൈവം തികയ്ക്കും. ജീസസ്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളെ നിയോഗിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എൻ്റെ മേൽ വെളിപ്പെടണം. ചില മേഖലകളിൽ പൂർണ്ണതയേറിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടണം. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയുടെ 8ാമത്തെ ദിവസം പകൽ എൻ്റെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു നിയോഗം തരുന്നെന്ന് അകത്തുറപ്പുള്ളവരുണ്ടെങ്കിൽ, ഏതൊക്കെയോ മേഖലയിൽ സംശയം ബാധിച്ചിരിക്കുന്നു, എനിക്കതിനകത്തൊന്ന് ഓവർകം ചെയ്യണം. ഒരു ദൈവത്തിൻ്റെ അത്ഭുത കരമിൻ്റെ മേൽ ഇറങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ധൈര്യത്തോടെ, നിങ്ങൾ ഇടിപ്പിടങ്ങൾ വിട്ട് ധൈര്യത്തോടെ മുമ്പോട്ട് പോകും. ഒരുമിച്ച് അഭിഷക്തന്മാർ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽത്തോടും, ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽത്തോടും. അത്ഭുതകരമായ ദൈവിക ഇടപെടൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും. വിശ്വസിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. വിശ്വസിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന്റെ കരത്തിന്റെ അത്ഭുതമേറിയ ഇടപെടൽ നമ്മൾ സംഭവിക്കട്ടെ, അത്ഭുതമേറിയ ഇടപെടൽ സംഭവിക്കട്ടെ. നമുക്ക് മറക്കാൻ കഴിയാത്ത ചില ദൈവ കരത്തിന്റെ സ്പർശനം നമ്മിൽ വെളിപ്പെടുന്ന നിമിഷങ്ങളായി മാറട്ടെ. ആത്മാവ് നിങ്ങൾക്ക് തരുന്ന സ്വാതന്ത്ര്യത്തോടെ വിശ്വാസത്താൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവം ഇന്ന് പക നമ്മെ സ്പർശിക്കുക. ദൈവകര നമ്മൾ വെളിപ്പെടുക. റബന ശാന്തര ആദരത്തിന്മേൽ ആത്മശക്തി വ്യാപരിക്കുന്നവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവാത്മാവിന്റെ നിയോഗത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ദൈവമാ, ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ദൈവമാ. പ്രവൃത്തി ആരംഭിച്ച ദൈവം ആ പ്രവൃത്തി തികക്കാൻ ശക്തന. വിശ്വസിച്ച് ഈ ആൾട്ടറിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവകരത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ, ദൈവകരത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ, പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ശക്തിയുടെ വ്യാപാരം ഈ ജനത്തിന്മേൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ ദൈവിക സ്പർശനങ്ങൾ വ്യാപരിക്കട്ടെ. ഇതിനകത്ത് അത്ഭുതകരമായ ദൈവിക സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. ദൈവിക നിയോഗങ്ങളുടെ കൈമാറ്റങ്ങൾ ഇന്ന് പകൽ നടക്കട്ടെ. ആത്മാവിന്റെ സ്വാതന്ത്ര്യങ്ങൾ ഈ ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. രമന രദന ശദന അർത്ഥന ജഗൽപ്രഭ അതര ജഗന രഗദന രഗദിയന്തന. മനസ്സുകൾ സ്വസ്ഥമാകട്ടെ, മനസ്സുകൾ സ്വതന്ത്രമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കരത്തിന്റെ അത്ഭുത സ്വാതന്ത്ര്യം സംഭവിക്കട്ടെ. രാംഷ റൈകദന അതര പ്രഭന അതര ജഗന അർത്ഥന വൈഡന ഹംദൽ പ്രഭനഗടക. വിശ്വസിച്ച ആത്മാവിൽ പ്രാർത്ഥിച്ചുടങ്ങട്ടെ. റൈബദന രഗദന അശദന ഹടഗദന അതര ജന ഹടഗദന ഹടന പ്രഭാരക അശദി ഹംദന ധനാദിയ. അദൃശ്യമേറിയ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ദൈവശക്തിയുടെ അദൃശ്യമേറിയ വ്യാപാരം, അത്ഭുതമേറിയ വ്യാപാരം. യെസ് യെസ് റൈദ റഗദ ശദദദ ഹദര ജനദര ഹദര പ്രബലബലവസ് ഹദുര ജന ഹടഗദര ഹടരദര യന്ദര. ആത്മാവിന്റെ നിയോഗങ്ങൾ, ആത്മാവിന്റെ നിയോഗങ്ങൾ. പ്രവൃത്തി തുടങ്ങുക മാത്രമല്ല, അത് തുടരാനും തികയ്ക്കാനും ദൈവത്തിന് കഴിയും. അത് തുടരാനും തികയ്ക്കാനും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവിക ജയം വ്യാപരിക്കട്ടെ, ദൈവിക ജയം വ്യാപരിക്കട്ടെ, ദൈവിക ജയം വ്യാപരിക്കട്ടെ.
അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അതിവേയുള്ള മഹൽ ശക്തി നീയേ നാഥ, അതിവേയുള്ള മഹൽ ശക്തി അന്ത്യം വരെയും അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാനന്തിയുള്ള മഹൽ ശക്തി നീയേ നാഥ, അതിവേയുള്ള മഹൽ ശക്തി. നന്ദി കൊണ്ടെന്റെ ഉള്ളം, നന്ദി കൊണ്ടെന്റെ ഉള്ളം, നന്ദി നിറയുന്നേ സന്നാഹമോട് സ്തുതി പാടിയിടും. ഓ ദേവസന്നാഹമോട് സ്തുതി പാടി. പാപത്തിൽ നിന്ന്, ഓ പാപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാനാശാവ ശിക്ഷകളേറ്റ ദേവാത്മജ മഹാശാവ ശിക്ഷകളേറ്റ അന്ത്യം വരെയുമെന്നെ, ഓ അന്ത്യം വരെയുമെന്നെ കാവൽ ുള്ള മഹൽ ശക്തി നാഥ, അതിവേയുള്ള മഹൽ ശക്തി. കുറ്റം കൂടാതെ എന്നെ, ഓ കുറ്റം കൂടാതെ എന്നെ തേജസ് മുൻപാകെ മുറ്റും നീറുത്താൻ കഴിവുള്ള എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ള
എന്നോടുള്ള നിന്നോടുള്ള സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നീ യേശു പാരാ ഇപ്പോഴെന്തു യേശു പാരാ. നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കരങ്ങളെല്ലാം ഒരു നിമിഷം സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ആണിപ്പാടുള്ള കരവുമായിട്ട് ഇന്ന് പകൽ നമ്മുടെ കരങ്ങളെ ഒന്ന് കൊടുക്കാം. അടച്ചിട്ട മുറിക്കൊക്കെ തിരിക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്ന് ആണിപ്പാടുള്ള കരം കാണിച്ചു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ കർത്താവ്, തനിക്ക് അടച്ചിട്ട മുറി ഒരു ബാരിയറല്ല, തനിക്ക് അവരുടെ സാഹചര്യം ഒരു ബാരിയറല്ല. ഇറങ്ങി വന്ന ആണിപ്പാടുള്ള കരം കാണിച്ച് അവരുടെ ഉൾത്തടങ്ങളിൽ സമാധാനം നൽകിയവന്റെ കരവുമായി ഇന്ന് പകൽ ആ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരുമിച്ച് സ്വർഗം നിങ്ങളുടെ കരങ്ങളെ തൊടുക. ആത്മാവിൽ ഇന്ന് പകൽ ചില ഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യം സംഭവിക്കട്ടെ. ചില വാഗ്ദത്തങ്ങൾ ചില കുടുംബങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ചില വാഗ്ദത്തങ്ങൾ ചില തലമുറകളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ചില പ്രവൃത്തി ആരംഭിച്ച ദൈവപ്രവൃത്തികളുടെ പൂർത്തീകരണം ചിലരിലേക്ക് വെളിപ്പെടുവാനിടയാകട്ടെ. ചില സംശയ ദൃഷ്ടികൾ മാറിപ്പോകട്ടെ. ചില ചോദ്യശരങ്ങൾ അറുത്തുമാറപ്പെടട്ടെ. ദൈവിക ഉറപ്പുകൾ എന്ന് പകൽ സംഭവിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷക്തന് വേണ്ടി, അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.